സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം പ്രിയപ്പെട്ടവരെ. മാള പഞ്ചായത്തിൻ്റെ ഹിന്ദു ഏകതാ സമ്മേളനം ആണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു കാര്യം. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഇവിടെ പ്രാർത്ഥന ആലപിച്ച അപർണ, അധ്യക്ഷൻ ഡോക്ടർ സന്തോഷ്. അതിന് മുമ്പ് പറയാനുള്ള, ഞാൻ വന്നപ്പം ഇവിടെ സോപാന സംഗീതം ആലപിച്ച കുട്ടി ബാലു കൃഷ്ണ അസലായിട്ട് ഗംഭീരമായിട്ട് കൂടി പാടി. പൊതുവേ എവിടെന്നെങ്കിലും ഇടയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ട് എല്ലാവരും ഇപ്പോൾ പാട്ടുകാരാണ്. ഇപ്പോൾ പാട്ടുകാരനല്ലാതെ ഇപ്പോൾ ഞാൻ മാത്രമുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രുതി തെറ്റിച്ചിട്ടും ഈ താളം തെറ്റിച്ചിട്ടുമൊക്കെ പാടുന്നത് പോലെ അല്ല. ഈ കുട്ടി വളരെ പഠിച്ചിട്ടുള്ള ആളാണ്. നല്ല പാട്ട് കേട്ടാൽ അറിയാം. നന്നായിട്ട് പാടി അദ്ദേഹം, ബാലുകൃഷ്ണ. അതുപോലെ നമ്മുടെ സേവാഭാരതിയുടെ മാള പഞ്ചായത്ത് സെക്രട്ടറി, ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ മുഖ്യ സംയോജകൻ ശ്രീ അനിൽ അധികാരത്ത്, ഡോക്ടർ PA വിജയൻ ആയുർവേദ ഡോക്ടർ, അദ്ദേഹത്തെ നമ്മളോട് ആദരിച്ചു. അതുപോലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിൻ്റെ ക്ഷേത്രമായ മാള മുകുന്ദ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 68 വർഷം മേൽശാന്തിയായി ജോലി ചെയ്ത ബ്രഹ്മശ്രീ NR വെങ്കടേശ്വര വാദ്യാലയം. എൻ്റെ ഭാഗ്യമാണ് അത്രയും ഒരു മഹാനായ വ്യക്തിയെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഈ ഗൗഡ സാരസ്വതി പറയുമല്ലോ, ഹരി സർവോത്തമ വായു ജീവോത്തമ എന്ന്. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിൽ, മധ്വ സമ്പ്രദായത്തിലുള്ള പാരമ്പര്യമുള്ള അദ്ദേഹം. അതുപോലെ നമ്മുടെ അവന്തികായൻ ഷേണായി, അവർ 10 വർഷമായിട്ട് തബല പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണ്. ജില്ലാ സംസ്ഥാന തലത്തിൽ തബലവാദനത്തിൽ പുരസ്കാരങ്ങൾ നേടിയ സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. ആ മോളെയും ആദരിക്കാൻ പറ്റി, ഭാഗ്യമാണ്. അതുപോലെ നാടൻ പാട്ടുകാരനായ കലാകാരൻ അനൂപ് പുതിയടത്ത്, നാടക സംവിധാന മേഖലയിൽ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാള, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ജില്ലാ സേവാ പ്രമുഖ ശ്രീ സുധീർജി. ഇവിടെ നന്നായിട്ട് വ്യക്തിഗതം ആലപിച്ച ആ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് വൈശാഖ് ഗുരുതിപ്പാല എന്നാണ്. ഇനി വരാൻ പോകുന്ന നന്ദി മാത്രമേ ഉള്ളത്. സജീവ് കമ്മത്താണ് നടത്താൻ പോകുന്നത്. ആ നന്ദി പറയാൻ പോകുന്ന ആൾക്കുള്ള നന്ദി ഞാൻ ആദ്യമേ പറയുകയാണ്. ഇത്രയും പേര് നമ്മുടെ കൂടെ പ്രശസ്തരായ അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളുണ്ട്. ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാരാന്ന് ചോദിച്ചാൽ എല്ലാവരുടെ വായിൽ വരുന്ന പേരാണ് അദാനി അല്ലെങ്കിൽ അംബാനി, അല്ലേ? ഇവരൊക്കെ സത്യത്തിൽ ഹിന്ദുക്കളാണ്. അതാ രസം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ശങ്കരാചാര്യർ ഒരു 4 കാര്യം പറഞ്ഞു ഹിന്ദുക്കളോട് പാലിക്കാൻ വേണ്ടി. ഇപ്പം 4 കാര്യം ശങ്കരാചാര്യർ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഗേയം ഗീതാ നാമസഹസ്രം. ശ്രീമദ് ഭഗവത്ഗീതയും സഹസ്രനാമവും എന്നും ജപിക്കുകയും പഠിക്കുകയും വേണം. ഗീതയിൽ ഒരു ശ്ലോകമെങ്കിലും അർത്ഥസഹിതം നിത്യവും പഠിക്കണം. മഹാനായ ചിന്മയാനന്ദ സ്വാമികളാണ് ഗീതാശാസ്ത്രത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതിൽ വലിയ ഒരു മഹാത്മാവ്. അദ്ദേഹം എപ്പോഴും പറയായിരുന്നു, ഗുളിക കഴിക്കുന്ന പോലെ 3 times a day, 3 തവണ ഒരു ദിവസം ഒരു ശ്ലോകം ചൊല്ലി നോക്കണം. എന്നിട്ട് ആ 3 നേരങ്ങളിലും ചൊല്ലിയിട്ട് അതിനർത്ഥം മനനം ചെയ്യണം എന്ന് പറയുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിലാണ്. ആ സമയത്ത്
ക്യാമറയാണോ പോയതല്ലോ? അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഉപദേശം എനിക്ക് വലിയ ഗുണം ചെയ്തു. ചിന്മയ മിഷൻ്റെ യൂത്ത് ചിന്മയ യുവ കേന്ദ്ര എന്നൊരു സ്ഥാപനമുണ്ട്. അവർ ആ സമയത്ത് ഗീത കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊരു പുസ്തകത്തിൽ ചിന്മയാനന്ദ സ്വാമികൾ എഴുതിയിരിക്കുന്നത് ഗീത മസ്റ്റ് ബി ചാൻറ്റഡ് ആൻഡ് ലേൺഡ് ബൈ ചാൻറ്റിങ് എ പർട്ടിക്കുലർ ശ്ലോക ത്രൈസ് എ ഡേ ജസ്റ്റ് ആസ് കൺസ്യൂം ടാബ്ലറ്റ്സ്. ഭവദുരിതങ്ങൾ, ഭവരോഗം മാറാൻ വേണ്ടി നമ്മൾ ഭഗവത്ഗീതയെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നിങ്ങനെ ഒരു ശ്ലോകം അർത്ഥസഹിതം ഒരു ദിവസം 3 നേരം മനനം ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞാൻ എൻ്റെ ഉള്ളിൽ അത് വിശ്വസിച്ചിട്ട് അത് അനുവർത്തിച്ച് പോകുന്നു. 701 ശ്ലോകങ്ങളും പഠിച്ചു. എനിക്ക് കൈയടിയൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഒരു ഗുരു അവിടെ പറഞ്ഞു, ചിന്മയാനന്ദ സ്വാമിയെ പോലെ മഹാനായ ഒരു ഗുരു ഒരു നിർദ്ദേശം തന്നത് വായിച്ച ഉടനെ എനിക്കത് പ്രാക്ടീസ് ചെയ്യാൻ തോന്നി. അപ്പോൾ അതിനാണ് ജന്മസംസ്കാരം എന്ന് പറയുന്നത്. ജന്മസംസ്കാരം വേണം, അല്ലാതെ ആ പേജ് കീറി ചിലപ്പോൾ കടല പൊടിയും. അങ്ങനെയുണ്ട്. ജന്മസംസ്കാരം എന്തായാലും പ്രവർത്തിക്കും. ഒരു മനുഷ്യൻ ഏത് കുലത്തിൽ ജനിച്ചാലും, ഏത് മതത്തിൽ ജനിച്ചാലും, ഏത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ ജനിച്ചാലും പൂർവ്വജന്മ സംസ്കാരം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അതിന് ഉദാഹരണമായിട്ട് എൻ്റെ ഗുരു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറയുന്ന ഒരു ഉദാഹരണമാണ്. അതായത് 10 കോഴിക്കുഞ്ഞുങ്ങളും ഒരു താറാവിൻ്റെ കുഞ്ഞിനെയും കൂടി ഒരു കോഴിത്തള്ള അടയിരുന്നാൽ കോഴി കുളത്തിനടുത്തേക്ക് പോകുമ്പോൾ 10 കോഴിക്കുഞ്ഞുങ്ങളും ചാടാതെ നിൽക്കും, താറാവ് ചാടും. നേരെ തിരിച്ച് 10 താറാവ് കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു കോഴിക്കുഞ്ഞിനെ താറാവിൻ്റെ അമ്മ വളർത്തിയാൽ 10 താറാവ് കുഞ്ഞുങ്ങളും തള്ളയും വെള്ളത്തിൽ ചാടിയാലും കോഴി ചാടില്ല. അതിൻ്റെ അർത്ഥം ജന്മവിശേഷമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ പൂർവ്വ ജന്മ സംസ്കാരം ആർജിച്ചതുപോലെ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം നിയതിയിൽ ഓൾറെഡി നമ്മുടെ ദർ ഇസ് ഓൾ ദീസ് കർമ്മ ഇംപ്രിൻറ്റ്സ് ആർ ദെയർ ഇൻ ദി സ്റ്റോക്ക്. സോ ഇറ്റ് വിൽ കം ഔട്ട്. ഓരോ സമയം വരുമ്പോൾ അത് വന്നുകൊണ്ടിരിക്കുക. അതാണ് കർമ്മവിഭാഗം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഞാനൊക്കെ ഉത്സാഹിച്ച് വളരെ ഉല്ലാസത്തോടു കൂടി ജീവിതത്തെ ആസ്വദിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് നമുക്കൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പല ദുഃഖങ്ങളും. അപ്പോൾ ആ ദുഃഖം എന്തിനു വന്നു, എനിക്ക് മാത്രം എന്തിങ്ങനെ വന്നു എന്ന് നമ്മൾ ചിന്തിക്കും. എല്ലാം നമ്മൾ മുമ്പ് കാലങ്ങളിൽ പൂർവ്വജന്മങ്ങളിൽ ആർജിച്ച് വെച്ചതാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ അയൽവാസിയാണ് വന്നത്, അന്നത്തെ ദിവസം വളരെ തല്ലിപ്പൊളി. അപ്പോൾ നമ്മളൊരു ഇവളുടെ മോന്ത കണ്ടിട്ട് ഇറങ്ങിയപ്പോഴേ എനിക്കറിയാൻ എങ്ങനെ, അത് അവരുടെ കുറ്റമല്ല. അവരാ സമയം വരണം എന്നുള്ളതും നിങ്ങളവരെ കാണണം എന്നുള്ളതും ആ ദിവസം എങ്ങനെയാവണം എന്നുള്ളതൊക്കെ ഓൾറെഡി അത് എഴുതപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അങ്ങനെയാണ് പിന്നെ എന്തിനാണ് പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നത്? ആരും ഒരു പുതിയ കർമ്മവും ചെയ്യുന്നില്ല. ഇന്ന് 2026 മാർച്ച് 1 വൈകിട്ട് 5:30 മണിക്ക് ഇന്ന സ്ഥലത്ത് ഗുരുമൂർത്തി പ്രസംഗിക്കണമെന്നത് എഴുതി വെക്കപ്പെട്ടതാണ്. അതാരാലും തടുക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോൾ ഞാനിവിടുന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിചാരിതമായി, ആകസ്മികമായി എന്തോ സന്ദർഭം വന്നു കണ്ടതാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എവിടെയോ മുമ്പ് കണ്ടവരായിരിക്കാം പൂർവ്വജന്മങ്ങളിൽ. അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും സന്ധിക്കാൻ വേണ്ടി ഒരവസരം വന്നതായിരിക്കാം. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഗീതയിലും കർമ്മസിദ്ധാന്തം തുടരുന്ന ഹിന്ദുമതത്തിലും ഇത് വളരെ പ്രസക്തമാണ്. ഒന്നും അവിചാരിതമായി, ആകസ്മികമായി നടക്കുന്നില്ല. നത്തിങ് ഈസ് ആക്സിഡൻഷ്യൽ, എവ്രിതിങ് ഈസ് പ്രീഡെസ്റ്റിൻഡ്. എല്ലാം മുമ്പേ തന്നെ നമ്മുടെ എഴുതപ്പെട്ടതാണ്. അപ്പോൾ ആ വിധി ശരിയാണെങ്കിൽ കേരളം അടുത്ത നിയമസഭ ആര് ഭരിക്കണം എന്നുള്ളതും എഴുതി വെക്കപ്പെട്ടതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ന് വെച്ച് കർമ്മം ചെയ്യാതിരുന്നാലോ? കർമ്മം ചെയ്യാതിരിക്കേണ്ടവൻ മാത്രമേ കർമ്മം ചെയ്യാതിരിക്കുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂർ ജില്ലയിൽ, അദ്ദേഹം എരഞ്ഞോളി എന്നൊരു പഞ്ചായത്തുണ്ട്, എരഞ്ഞോളി പഞ്ചായത്തിൽ തലശ്ശേരി, അവിടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു നല്ല പ്രവർത്തകനായിരുന്നു. അതിന് 24 വയസ്സ് ഉള്ള സമയത്ത് വളരെ ആക്റ്റീവായിട്ട് നന്നായിട്ട് സമാജത്തിൽ പ്രവർത്തനം ചെയ്തിരുന്ന, സേവ ചെയ്തിരുന്ന ഒരു സ്വയംസേവകനാണ് അദ്ദേഹം. 24-ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളുടെ ആക്രമണത്തിൽ കാലിൻ്റെ മുട്ട് രണ്ടും അവർ ഈ തറയ്ക്കുക എന്ന് പറയില്ല, അത് വെട്ടുകളെ തറച്ചു വെച്ചിട്ട് ആ കുട്ടിക്ക് പിന്നെ എണീറ്റ് നടക്കാൻ പറ്റിയില്ല കുറേ കാലം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു മനുഷ്യൻ എന്താവും അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ വരെ നമ്മൾ ഓടി നടന്ന് നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് സ്വാഭാവികമായി വേണ്ടുന്നൊരു ഗുണമാണ് വിനയം. പക്ഷേ വിനയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ എങ്ങനെ ധരിക്കുന്നറിയോ? അവർ ധരിക്കുന്നത് എൻ്റെ അഹങ്കാരം
നിങ്ങൾ അംഗീകരിച്ച് തന്നാൽ നിങ്ങൾ എന്നെ സംബന്ധിച്ച് വിനയമുള്ള ആളാണ്. ശരിയല്ലേ? എൻ്റെ അഹങ്കാരം നിങ്ങൾ അംഗീകരിച്ച് തന്നാൽ നിങ്ങൾ എന്നെ സംബന്ധിച്ച് വിനയമുള്ള ആളാണ്. നേരെ തിരിച്ചും നിങ്ങളുടെ ആരുടെയെങ്കിലും അഹങ്കാരം ഞാൻ അംഗീകരിച്ച് തന്നാൽ ഞാൻ നിങ്ങളുടെ കണ്ണിൽ വിനയമുള്ള ആളാണ്. അത് ശരിയായ വിനയമല്ല. വിനയം എന്ന് പറഞ്ഞാൽ യഥാസ്ഥിതി, കാര്യങ്ങളുടെ യഥാർത്ഥമായ സ്ഥിതി മനസ്സിലാക്കി ജീവിക്കലാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി, ഇതുവരെ കുഞ്ഞുങ്ങളില്ല, ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റ് എടുത്തു, പലതും ചെയ്തു, കുട്ടികളില്ലെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പം ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കും. എന്താ കാരണം? ആ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ അംഗീകരിച്ചു, സത്യത്തെ അംഗീകരിച്ചു. അപ്പം പിന്നെന്താ? അങ്കലാപ്പില്ല. അതാണ് യഥാർത്ഥ വിനയം. ഒരു വസ്തുതയുടെ നിജസ്ഥിതി മനസ്സിലാക്കി പ്രകൃതിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? വിനയം എന്ന് പറയുന്നത്. എൻ്റെ അച്ഛന് ഈ ലോട്ടറി എടുക്കുന്ന സുഖമുണ്ട്. ലോട്ടറി, ചുമ്മാ ലോട്ടറി എടുക്കുക. എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് 5 രൂപ പോലും അടിച്ച ചരിത്രമില്ല. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ വെറുതെ? പക്ഷെ ഒരുപാട് കാശൊന്നും കളയില്ല, എങ്കിലും ഒരു മാസം ഒരു 100 രൂപയൊക്കെ ലോട്ടറി എടുക്കും, ചെറിയ ലോട്ടറി. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണോ, നമ്മളിത് ചെയ്യാമോ? അപ്പം അച്ഛൻ എപ്പോഴും അടിച്ചാലോ നല്ലതല്ലേ? അപ്പം ഒരിക്കലും അടിച്ചിട്ടില്ല. അച്ഛൻ റിട്ടയർ ചെയ്ത ശേഷം ലോട്ടറി എടുത്തിട്ടില്ല. പക്ഷെ എന്താ ഇപ്പോൾ എടുക്കാം? അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗ്യം എനിക്കില്ല. അപ്പം ഞാൻ ഇനി എൻ്റെ ഭാഗ്യം വരുമോ എന്ന് കാത്തിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ വിനയാന്വിതനാണ്. എന്താണ്? പ്രകൃതി എനിക്ക് തരാൻ പോകുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർത്തണം. എൻ്റെ ഇതിനെയും പറഞ്ഞു വെച്ചാൽ, ഹിന്ദുക്കൾ കർമ്മഫല സിദ്ധാന്തത്തെ വിശ്വസിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഒരാളെ കാണുമ്പോഴും എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളായാലും ഞാൻ നമസ്കരിക്കുന്ന എന്തിനാണ്? ആ വ്യക്തിയിലും ഇരിക്കുന്നത് എന്നിലുള്ള അതേ ചൈതന്യമാണ്. എവ്രി പേഴ്സൺ, എവ്രി ബീയിങ്. ഹിന്ദുമതത്തിനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്, മനുഷ്യന് വേണ്ടി മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളല്ല, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഗീതയിലെ വളരെ പ്രസിദ്ധമായ വാക്യമാണ് എന്താണ്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അർജുന, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഉണ്ടായിട്ടുള്ള എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളും. അപ്പം നായ, തെരുവ് നായ, മനുഷ്യൻ, പന്നി, പശു ഒരു വ്യത്യാസവുമില്ല. അത് ഗീതയിൽ വേറെടുത്ത് പറയുന്നുണ്ട് എന്താണ്? വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീശൈവ സ്വപാകേച്ച പണ്ഡിതാ സമദരിശു. പണ്ഡിതൻ്റെ ലക്ഷണം പറയുകയാണ് ഗീതയിൽ. വിദ്യയും വിനയവും തികഞ്ഞ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായയിലും നായയെ ചുട്ടുതിന്നുന്ന ചണ്ടാണലിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപം ഒന്നാണെന്ന് കണ്ട് എല്ലാവരോടും സമദരിച്ചിട്ടും കാണിക്കുന്നവനാണ് പണ്ഡിതൻ. ഇത്രയും മഹത്തരമായൊരു സംസ്കാരം ലോകത്ത് വേറെ ഇല്ല. പക്ഷെ ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, വളരെ ഉയർന്ന തത്വശാസ്ത്രം ഉള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും ഉന്നതമായ ഫിലോസഫി ഉപനിഷത്തിൻ്റെ ഫിലോസഫിയാണ്. മറ്റു മതങ്ങളുടെ മതഗ്രന്ഥങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത അത്ര ചിന്തയുടെ പാരമ്യം, ചിന്തയ്ക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അത്രയും അറ്റത്തുള്ള വേദാന്തം എല്ലാമുള്ള നാടാണ് നമ്മുടേത്. എല്ലാമുള്ള ധർമ്മമാണ് ഹിന്ദുധർമ്മം. പക്ഷെ ഹിന്ദുക്കൾ ഇത് അറിയാതെ പോലും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാറില്ല എന്നുള്ള ന്യൂനത ഒന്ന്. 2, വായിച്ചു പഠിച്ചവൻ പോലും മനസ്സിൻ്റെ ഉള്ളിൽ പരസ്പരം വിദ്വേഷം സൂക്ഷിക്കുന്ന ഒരു തരത്തിൽ ജാതി ഗോത്ര വിഭാഗങ്ങൾ അകന്നകന്ന് ജീവിക്കുന്നതും നമ്മുടെ ഏറ്റവും വലിയ മോശത്തരമാണ്. അപ്പോൾ എന്തിനാണ് ഏകതാ സമ്മേളനം എന്ന് പേരിട്ടിരിക്കുന്നത്? ഗീതയിലെ ഈ വാക്യം വളരെ പ്രസിദ്ധമാണ്. നമ്മൾ പറയുന്ന ഏകത ഉപരിപ്ലവമായ സാമ്പത്തികമായ ഏകതയല്ല. കമ്മ്യൂണിസം എന്നത് സ്ഥിതി സമത്വവാദമാണ്. അതായത് എല്ലാവർക്കും ഒരേ സ്ഥിതി ഉണ്ടാവുക. ചെറിയൊരു തമാശയായിട്ട് പറഞ്ഞാൽ, ഒരാളുടെ വീട്ടിൽ 5 കിലോ അരി ഉണ്ടെങ്കിൽ അടുത്തവൻ്റെ വീട്ടിൽ 5 കിലോ അരി ഉണ്ടായിരിക്കുക. അങ്ങനെ നോക്കിപ്പോയി കഴിഞ്ഞാൽ ഒരാളുടെ മൂക്ക് വളഞ്ഞ ഇടത്തോട്ട് വളഞ്ഞിട്ടാണ്, അപ്പം മറ്റവനെയും പിടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് മുറിച്ച് ചിലപ്പോൾ വലത്തോട്ട് വളയ്ക്കുമായിരുന്നു. അതായത് സ്ഥിതി സമത്വം എന്നത് ഒരു വിഡ്ഢിത്തരമാണ്, മൂഢസ്വർഗമാണ്. എനിക്ക് തോന്നുന്നത് തോമസ് മൂർ എന്ന എഴുത്തുകാരനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അദ്ദേഹമാണ് എഴുതി യൂട്ടോപ്പിയ എന്ന ഒരു നോവൽ എഴുതി, യൂട്ടോപ്പിയ. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് യൂട്ടോപ്പിയാണ്. അതായത് സയൻസിൻ്റെ ഭാഷയിൽ, ശാസ്ത്രത്തിൻ്റെ ഭാഷ, അതായത് എപ്പിസ്റ്റമോളജിയുടെ ഭാഷയിൽ, രീതിശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വിഡ്ഢിത്തം പറയുന്നത്. അതാണ് കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സംസാരിക്കുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കും, ഈശ്വര എന്തോ ഭയങ്കര കാര്യമാണ് പറയണത്. സത്യത്തിൽ
അവർ പറയുന്നത് ഒരിക്കലും നടപ്പിലാക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു വരട്ടുവാദമാണ്. അതായത് എല്ലാവരെയും ഒരുപോലെ ആക്കി തീർക്കുക എന്നുള്ള രീതി. അത് സാധ്യമല്ല. കാരണം ജനിക്കുന്നത് ഒരുപോലെ അല്ല. ജനിക്കുന്ന ഒരുപോലെയാണോ? അവിടെയാണ് മറ്റു മതങ്ങളുടെ സിദ്ധാന്തത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നു, അയാൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച് അയാളെ സ്വർഗത്തിലോ നരകത്തിലോ ഇടുന്നാണ് അവർ പറയുന്നത്. ഒരാൾ ഇപ്പം ഒരുപാട് നല്ല കർമ്മങ്ങൾ അവരുടെ മതത്തെ വിശ്വസിച്ച് ജീവിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകും, ഇല്ലെങ്കിൽ നരകത്തിൽ പോകുന്നതാണ്. ഇപ്പം എൻ്റെ ഒരു ചോദ്യം, അപ്രകാരം ഒരു ആകാശത്തിനപ്പുറമുള്ളൊരു ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ, ഈ പ്രപഞ്ചം സ്വയം സൃഷ്ടമല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വൈജാത്യം ഉണ്ടായത്? അതിസുന്ദരനായൊരു ഗുരുമൂർത്തിയും അത്ര സൗന്ദര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടായി. നമുക്ക് തോന്നൂലേ? നമുക്ക് തോന്നൂലേ? അപ്പോൾ ഒരാൾ നല്ല ഉയരമുള്ള അമിതാഭ് ബച്ചൻ 6 അടി ഉയരമുണ്ട്, എനിക്കത്രയില്ല. അയാൾ ഞാൻ നിന്ന തെങ്ങിൻ്റെ ചോട്ടിൽ തൈ വെച്ചവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഈശ്വര നീ എന്ത് ദുഷ്ടനാണ്, ഇയാൾ ഇത്ര ഉയരം കൊടുത്ത് എനിക്ക് ഇത്ര ഉയരം തന്നില്ല. വേറൊരാൾ നല്ല ധനികനാണ്, ഒരുപാട് കോടീശ്വരനാണ്, തൊട്ടടുത്ത വീട്ടിൽ ഒരുത്തൻ കഞ്ഞി കുടിക്കാനല്ല ജീവിക്കുകയാണ്. ഒരാൾ നല്ല കലാവാസനയുള്ള പാടാനും വാദ്യവൃന്ദങ്ങളൊക്കെ വായിക്കാനുള്ള കഴിവുള്ള ആളാണ്. ഒരാൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഒരാൾ ജീവിക്കാൻ കഷ്ടപ്പെടുന്നു. ഒരാൾക്ക് ജനിക്കുമ്പോഴേ കാലില്ല, ഒരാൾക്ക് ജനിക്കുമ്പോഴേ കണ്ണില്ല, ചിലർ ജനിക്കുമ്പോഴേ ബധിരരാണ്, മൂകരാണ്. അപ്പം ഇങ്ങനെ ജനിക്കുമ്പോഴേ എങ്ങനെ വൈജാത്യം വന്നു? ഈശ്വരൻ, അവർ പറയുന്നത് ഈശ്വരൻ കരുണാമയനാണെന്നാണ് പറയുന്നത്. ഈ 2 മതങ്ങളും പറയുന്നത് ഈശ്വരൻ കരുണാമയനാണെന്നാണ്. കരുണാമയനായൊരു മനുഷ്യൻ, അല്ലെ ഒരു ഈശ്വരൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ കണ്ണില്ലാതെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? അത് ക്രൂരതയല്ലേ? കരുണാമയനായ ഒരു ഈശ്വരൻ ജനിക്കുമ്പോൾ തന്നെ ഒരു തെറ്റ് ചെയ്തൊരു കുഞ്ഞിനോട് എന്തിനാണ് ഇങ്ങനെ അനീതി കാണിക്കുന്നത്? ആ കുഞ്ഞിനെ എല്ലാ അംഗസൗഷ്ഠവത്തോടുകൂടി ജനിപ്പിച്ചിട്ട് അവൻ പിന്നെ തെറ്റ് ചെയ്താൽ അവൻ ആ സമയത്ത് അവൻ്റെ കാലടിച്ച് ഓടിക്കാൻ പോരെ? അപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ജനിക്കുമ്പോഴേ കുട്ടികൾ ബധിരരായിട്ട് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു ഡോക്ടർ പറയുന്നത് ജനിക്കുമ്പോഴേ ക്യാൻസറുമായിട്ട് വരുന്ന കുട്ടികൾ, ജനിക്കുമ്പോഴേ കുഞ്ഞു പ്രായത്തിലെ ക്യാൻസറുമായിട്ട് വരുന്ന കുട്ടികൾ, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കരുണാമയനായ ദൈവം അവരെ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ട് ജനിപ്പിക്കുന്നത്? അപ്പോൾ ആ സൃഷ്ടിവാദം ഒന്നാം തരം വിഡ്ഢിത്തരമാണ്. കാരണം അതിന് മുമ്പൊരു കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജന്മത്തിൽ അങ്ങനെ വരാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഈശ്വരൻ സൃഷ്ടിച്ചതാണെന്ന് വാദം അവർ പറയുമ്പോൾ ആകാശത്തിനപ്പുറത്തൊരു ദൈവം, അള്ളാഹുവോ കർത്താവോ എന്ത് പേരിട്ട് വിളിച്ചോളൂ, ആ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതാണെങ്കിൽ ആ ദൈവം കരുണാമയനാണ് നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ ആ കുട്ടി എങ്ങനെ പിന്നെ അംഗവൈകല്യമുള്ളവനായി, അവനങ്ങനെ രോഗിയായി ജന്മന? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബധിരനായത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒരു ദരിദ്രനായി ജനിച്ചതവൻ? അപ്പോൾ അതിന് സ്ഥിതി സമത്വവാദത്തിൽ നിങ്ങളുടെ മതങ്ങളും ഇസങ്ങളും വിശ്വസിക്കുന്നില്ല. നിങ്ങളത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. വിരുദ്ധമായി ലോകത്ത് കാണുന്നു, ലോകത്ത് വൈജാത്യം കാണുന്നു. ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരേ ധനസ്ഥിതിയിലല്ല ജനിക്കുന്നത്. ചില കുട്ടികൾ ആഹാരം പോലും കിട്ടാതെ ആണ് ജനിച്ചു വീഴുന്നത്. ലോകത്ത് എത്രയോ കുട്ടികൾ ഓരോ നിമിഷവും പട്ടിണി മൂലം മരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ ഒരു യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു അല്ലേ? ഗൾഫ് മേഖലയിൽ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ബോംബ് വന്ന് വീഴുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഫലമാണെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അവിടെയാണ് കർമ്മഫല സിദ്ധാന്തം ഹിന്ദുമതം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം 4 തരത്തിലാണ്. ഒന്ന് നമ്മൾ പറയും സഞ്ചിത കർമ്മം. സഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കർമ്മമൊക്കെ അങ്ങനെ അതിൻ്റെ ഫലം ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മേലെ നമ്മുടെ ഓറയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നുള്ള ജീവാത്മ സ്വരൂപത്തിൽ അത് ഇംപ്രിൻ്റായി കഴിഞ്ഞു. അതിൻ്റെ ഫലം എപ്പോൾ വരണം? അതിൻ്റെ കർമ്മ വിഭാഗത്തിൻ്റെ സമയം വരുമ്പോൾ അത് നമ്മൾ അനുഭവിച്ചു തുടങ്ങുന്നു. അതുവരെ ഒരു കുഴപ്പമില്ലാതെ 10ാം ക്ലാസ് നന്നായി പഠിച്ചിരുന്ന കൊച്ച് +2 ചേർന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ബൈക്കുണ്ട്, എനിക്ക് വേണം. 10ാം ക്ലാസ് വരെ നല്ല ആരോഗ്യവാനായി ജീവിച്ച കുട്ടിയാണ്. +1 +2 ആയപ്പോൾ അവന് തോന്നി എല്ലാ പിള്ളേരും കുറച്ചൊന്ന് മാച്ചോമാൻ ആവണം, അപ്പം എന്ത് ചെയ്യണം? നല്ലൊരു ബൈക്ക് വേണം. അപ്പോൾ KTM ഡ്യൂക്ക് എന്നൊരു കാലൻ്റെ വണ്ടിയുണ്ട്, അത് വാങ്ങണം എന്നാണ് കുട്ടി പറയുന്നത്. അപ്പം അമ്മ പറയുന്നത് നിർബന്ധത്തിന് വഴങ്ങി ഒരു ഇത് വാങ്ങിക്കൊടുക്കുകയാണ്, ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. ആ കുട്ടി അതിൻ്റെ മേലെ മറുപടി 1ാമത്തെ ദിവസം കന്നി യാത്രയ്ക്ക് എന്നെ മറിഞ്ഞിട്ട് വീഴുകയാണ്. ഇതൊന്നും നടന്ന കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കാര്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ കാലൊടിഞ്ഞു, നടുവിന് വരിക്കുണ്ട്, ഈ ഒരു വർഷം മുഴുവൻ ബെഡ്രിഡനായിട്ട് കിടക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആൾ പെട്ടെന്നൊരു ഡെസിഷൻ എടുക്കുമ്പോൾ ജീവിതം ആകെ മാറി മറിയുകയാണ്. അതാണ് പറഞ്ഞത് കർമ്മവിഭാഗം. അയാളുടെ ഒരു ശനിദശ തുടങ്ങുകയോ അല്ലെങ്കിൽ രാഹുദശ തുടങ്ങുകയോ, അയാൾ ജാതകം എന്ന് പറഞ്ഞാൽ രാഹുവും ശനിയും കേതുവും നമ്മുടെ ശത്രുക്കളല്ല, അവർ വിളമ്പുകാരാണ്. ആരാണ് വെപ്പുകാർ? നമ്മൾ തന്നെയാണ്. ആരാണ് ഉണ്ണുന്നത്? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ ചെയ്ത കർമ്മങ്ങൾ സമയമാകുമ്പോൾ ഉണ്ണാൻ നമ്മൾ തന്നെ ഇലയിട്ടിരിക്കും.
അപ്പോൾ ഒരു പക്ഷെ രാഹുവായിരിക്കും വിളമ്പിത്തരുന്നത്, കേതുവായിരിക്കും വിളമ്പിത്തരുന്നത്. ശനിയും കേതുവും രാഹുവും വ്യാഴവും ഒക്കെ വിളമ്പുകാർ മാത്രമാണ്. വെച്ചതും ഉണ്ണുന്നതും നമ്മളാണ്. ഒരു ഗ്രഹവും നമുക്കെതിരല്ല. ശനിക്ക് നമ്മളോട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവവും ഇല്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, കർമ്മഫലം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ രക്ഷിതാക്കളെ തീരെ അനുസരിക്കാത്ത കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു വർഗ്ഗമാണ്. രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്ക് പണം തരാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ, എനിക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ വിധിക്കപ്പെട്ടവർ, എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ വാങ്ങി തരാൻ വേണ്ടി മാത്രമുള്ള വേലക്കാർ, എനിക്ക് ആഹാരം വെച്ച് തരാൻ, എൻ്റെ തുണി അലക്കാനുള്ള വേലക്കാർ എന്നല്ലാതെ രക്ഷിതാക്കളുമായിട്ട് യാതൊരു വൈകാരിക ബന്ധവും ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ? ഇല്ലെന്ന് എൻ്റെ അറിവ് ഇല്ല. അങ്ങനെ രക്ഷിതാക്കളെ, പ്രായമുള്ളവരെ, വൃദ്ധരെ ഒക്കെ നിസ്സാരമായിട്ട് കണ്ടിട്ട് അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ആശ്രയിച്ചാൽ ഇനിയൊരു കാലം വരുമ്പോൾ ഇത് ശനിയായിട്ട് രൂപപ്പെടുകയാണ്. എങ്ങനെ? ഇവൻ്റെ കുഞ്ഞ് ഇവൻ്റെ കഴുത്തിൽ പിടിക്കും, അല്ലെങ്കിൽ ഇവന് കുഞ്ഞുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവൻ അപമാനിക്കപ്പെടും. ചെയ്ത കർമ്മം തിരിച്ചു വരിക തന്നെ ചെയ്യും. ബൂമറാങ് പോലെയാണ്. എത്ര വേഗതയിലാണ് വരുന്നത്, അതേ വെലോസിറ്റിയിൽ തിരിച്ച് നമ്മൾ ചെയ്യും. അതുപോലെ കർമ്മഫല സിദ്ധാന്തം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ അമ്പലത്തിലൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും പഠിക്കുന്നില്ല, കർമ്മഫല സിദ്ധാന്തത്തെ പഠിച്ചുവെങ്കിൽ അത് ധാരാളം മതി. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് നാരായണ ഗുരുസ്വാമി പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്താണ്? ഒരു പീഡ ഏൽപ്പിച്ചാൽ, മാനസികമോ വൈകാരികമോ ശാരീരികമായ ഒരു പീഡ ഏൽപ്പിച്ചാൽ ആ പീഡ തീർച്ചയായിട്ടും തിരിച്ചു വരും നമ്മളിലേക്ക്. അപ്പോൾ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒരു ജീവിയെ ഉപദ്രവിക്കാതിരിക്കാനുള്ളൊരു ശപഥം നമ്മൾ എടുക്കണം. എങ്കിൽ ആ കർമ്മഫലത്തിൻ്റെ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. ഇതാണ് ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തം. എന്തിനാ ഇത്രയും പറഞ്ഞത്? ഈ സിദ്ധാന്തം മനസ്സിലാക്കാത്ത കുറേ ആളുകൾ, ഹിന്ദുക്കൾ പറയുന്നു എല്ലാം ഒന്നല്ലേ. എല്ലാം ഒന്നല്ല. എല്ലാം ഒന്നാണെങ്കിൽ ഇതൊന്നും മതിയല്ലോ. എൻ്റെ അടുത്തൊരു, ഞാൻ തിരൂര് ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ട്രെയിനിൽ വൈകുന്നേരം കോഴിക്കോട് വരും, പിറ്റേന്ന് രാവിലെ ട്രെയിനിൽ തിരൂർക്ക് പോകും. അപ്പോൾ ഈ റമദാൻ മാസം, ഈ നോമ്പ് കാലത്ത് ഒരു സന്ധ്യാസമയത്ത് ട്രെയിനിൽ കയറി, ലോക്കൽ ട്രെയിനിൽ കയറി. എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ സമയത്ത് ലോക്കൽ ട്രെയിനിൽ കയറിയാൽ ജപിക്കാം. അവിടെ നിന്ന് തുടങ്ങുന്ന സഹസ്രനാമം ജപിച്ച് മന്ത്രം ജപിച്ച് കറക്റ്റായിട്ട് കോഴിക്കോട് എത്തുമ്പോൾ തീരും. അപ്പം അവിടെ കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൻ്റെ ടോയ്ലറ്റ് പോയിട്ട് കൈ പോകുന്ന കഴിയുന്നത് ജപിക്കും. ഒരു ദിവസം ഞാൻ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരക്കേയില്ല. ഒരു പർട്ടിക്കുലർ ടൈം സന്ധ്യാസമയപ്പോൾ എൻ്റെ തൊട്ട് അപ്പുറത്തെ ഒറ്റയാളിരിക്കുന്ന സീറ്റിൽ ഒരു ഉസ്താദ്, മുസ്ലിങ്ങളുടെ ഒരു മതപണ്ഡിതൻ വന്നിരുന്നു. ഏതോ ഇന്ന് കയറിയ പുള്ളി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ സൂക്ഷിക്കുന്നു, ആൾ ജപിക്കുന്നു. അയാൾ അവിടെ മുകളിൽ എനിക്കൊന്ന് മുകളിൽ നിന്ന് വന്നാൽ തോന്നുന്നു, മുകളിൽ തിരിച്ചിട്ട് നിസ്കരിക്കുകയെന്തോ ചെയ്യും തോന്നുന്നു. അത് കഴിയാതെ താഴെ വന്നിട്ട് പെട്ടെന്ന് അയാൾ കാരക്ക കൊണ്ട് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ എന്താണ്ടത്, ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുക, പുള്ളി പെട്ടെന്ന് കാരക്ക, ഒരു 3-4 കാരക്ക എന്ന് പറയാൻ മനസ്സിലായി, ഡേറ്റ്സ് അതിൻ്റെ പോയിക്കൊണ്ടത്. അപ്പോൾ ഞാനത് കയ്യിൽ വാങ്ങി. എന്താണ് ആൾ തന്നാൽ, എന്താണെന്ന് ഞാൻ ചോദിച്ചു, എന്താണ്? അല്ല, നോമ്പ് തുറക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ തലയിൽ നെറ്റിയിൽ ഞാൻ നല്ലോണം ഒരു കുരു തൊട്ട് വെച്ചിട്ടുണ്ട്, അടയാളം അത്, എൻ്റെ സിമ്പിൾ. അല്ല, നിങ്ങൾക്ക് നോമ്പില്ലെന്നറിയാം, എന്നാലും കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഹിന്ദുക്കൾക്ക് പിന്നെ ഒരു ഗുണമുണ്ട്, ഉണ്ട കൈ കൊണ്ട് കാക്കയെ പോലും തെളിക്കില്ല. ഒരു വറ്റ് കാക്കയെ കിട്ടിയാലും. മുസ്ലിങ്ങൾ ഈ ഒരു ഗുണം പഠിക്കണം. എന്താണ്? പങ്കിട്ട് കഴിക്കാനും പങ്കിട്ട് കൊടുക്കാനൊക്കെ ഒരു വ്യഗ്രത അവർക്കുണ്ട്. അതിന് ചില കച്ചവട ചിന്തകളും കാണും. എങ്കിലും ആ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ്. എന്ത്? നമ്മൾ കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഓഫർ ചെയ്യുന്ന നല്ല കാര്യമാണ്. അപ്പോൾ ഇയാൾ എനിക്ക് തന്നു കാരൊക്കെ ഞാൻ വാങ്ങി സൈഡിലേക്ക് വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് നോമ്പൊന്നുമില്ല, ഞാൻ ഉച്ചയ്ക്ക് നന്നായി ഊണ് കഴിച്ചാണ്, വൈകുന്നേരം ചായ കുടിച്ചാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല നിങ്ങൾ കഴിച്ചോളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പുള്ളി പറയുകയാണ്, ഇതൊക്കെ കഴിഞ്ഞ് തീറ്റയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചു. എന്നോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല, എല്ലാം ഒന്നാണ്. ഈ ഒരു ഡയലോഗിലാണ് മതം കച്ചവടം ചെയ്യുന്നവർ തുടങ്ങുക. എല്ലാം ഒന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് മാറ്റി പറയുമോ? ഇല്ല, എല്ലാം ഒന്നല്ലേ, ഒന്നാണ്. എന്നാൽ നിങ്ങൾക്ക് എന്താ ഹിന്ദുവായാലും? ആദ്യം ഉണ്ടായ മതം ഇതാണല്ലോ. സ്വാഭാവികമായി ജീവപരിണാമത്തിൽ സ്വാഭാവികമായി മനുഷ്യൻ ചിന്തിച്ചതിൻ്റെ ഏറ്റവും ഉയർന്ന ഫലമാണ് ഹിന്ദുധർമ്മം. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. 3 തരത്തിൽ ആരാധന സാധ്യമായ ഒരേ ഒരു മതം ഹിന്ദുമതമാണ്. മറ്റെല്ലാ മതങ്ങളിലും ഒരു തരത്തിൽ മാത്രമേ ആരാധനയുള്ളൂ. ഹിന്ദുമതത്തിൽ 3 തരം, മനുഷ്യന് ചിന്തിക്കാവുന്ന 3 തരത്തിലുള്ള ആരാധനയും
നിലനിൽക്കുന്ന ഒരേ ഒരു മതമാണ് ഹിന്ദു മതം. അത് ഏതൊക്കെയാണ്? സഗുണ സാകാര ആരാധന. നമ്മുടെ വെങ്കടേശ്വര വാദ്യാർ ശ്രീകൃഷ്ണനെ 68 വർഷം പൂജിച്ചു. എങ്ങനെ പൂജിച്ചു? ശ്രീകൃഷ്ണന് രൂപമുള്ളൊരു വിഗ്രഹം, ആ വിഗ്രഹം എന്നും കുളിപ്പിക്കുക, അലങ്കരിക്കുക, പൊട്ടുതൊടിയിക്കുക, കൃഷ്ണന് ചന്ദനം ചാർത്തുക, തുളസി കൊണ്ട് അർച്ചന ചെയ്യുക, ജപിക്കുക, കൃഷ്ണനെ വെണ്ണ നേദ്യം കൊടുക്കുക. അങ്ങനെ കൃഷ്ണൻ എന്ന ഒരു രൂപം, അതാണ് സാകാരം, ആകാരമുള്ളത്. സഗുണം, കൃഷ്ണ ഗുണങ്ങൾ. കൃഷ്ണൻ ആരാണ്? സർവജ്ഞനാണ്, സർവേശ്വരനാണ്, പ്രേമസ്വരൂപനാണ്, കൃഷ്ണൻ മഹാപുരുഷനാണ്. ഗുണങ്ങൾ ചാർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈശ്വരന് അല്ലെങ്കിൽ ദേവതയ്ക്ക് ഗുണങ്ങൾ ചാർത്തി കൊടുത്തുകൊണ്ടും ആ ദേവതയ്ക്ക് രൂപം ചാർത്തി കൊടുത്തുകൊണ്ടും ഈശ്വരനെ ആരാധിക്കുന്ന മതം ഹിന്ദു മതത്തിലുണ്ട്. അതിൻ്റെ പേരാണ് സഗുണ സാകാര ഉപാസന. ഇത് എല്ലാവർക്കും 90% പേർക്കും പഥ്യമായ ഉപാസന ഇതാണ്. ശരിയല്ലേ? അത് കൃഷ്ണനാവാം, ശിവനാവാം, രാമനാവാം, കാളിയാവാം, വ്യത്യാസം പേര് മാറുന്നേ ഉള്ളൂ. പക്ഷെ അത് സഗുണ സാകാര ഉപാസനയുടെ ഭാഗമാണ്. രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ തരത്തിലുള്ള ഉപാസന എന്ന് പറഞ്ഞാൽ സഗുണ നിരാകാര ഉപാസന. അതാണ് ഇസ്ലാം മതത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഗുണമുണ്ട്. അള്ളാഹു ആരാണ്? കാരുണ്യവാനാണ്, കാരുണ്യം ഗുണമാണ്. അള്ളാഹു സർവജ്ഞനാണ്, സർവജ്ഞത്വം ഗുണമാണ്. അള്ളാഹു ദുഷ്ടരോട് കോപിക്കും, കോപം ഒരു ഗുണമാണ്. കോപം, താപമൊക്കെ ഗുണമാണ്. ഇങ്ങനെ ഗുണങ്ങൾ ചാർത്തി കൊടുത്തുകൊണ്ട്, എന്നാൽ അള്ളാഹുവിന് എന്തില്ല? രൂപമില്ല. അങ്ങനെ പറയുന്നത് അല്ലേ? അള്ളാഹുവിന് രൂപമില്ല, പക്ഷേ ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, അള്ളാഹുവിന് രൂപമില്ല, പക്ഷേ ഗുണങ്ങളുണ്ട്. കോപിക്കും, ആളുകളെ പിടിച്ച് പാപികളെയൊക്കെ നരകത്തിലിട്ട് എണ്ണയിൽ പിടിച്ച് പഴംപൊരി പോലെ വറക്കും, മുരുക്കിൻ്റെ മരത്തിൽ കയറി താഴെ കറങ്ങാൻ പറയും, ശിക്ഷിക്കും. അപ്പോൾ ഒരു ഈഗോ ഇല്ലാതെ എങ്ങനെയാണ് ഒരാളെ ശിക്ഷിക്കാൻ പറ്റുക? എനിക്ക് എൻ്റെതായ ഒരു ഈഗോ, വ്യക്തിത്വം ഉണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അവൻ ശരിയല്ല, അവനെ ശിക്ഷിക്കണം. അപ്പം അവൻ ഇവനെന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിത്വം നിലനിൽക്കുന്നുണ്ട്. ആ വ്യക്തിത്വത്തിന് അവരുടെ പേരാണ് അല്ലാഹു എന്നുള്ളത്. ശൂന്യതയ്ക്ക് എന്തെങ്കിലും പേരിടാൻ പറ്റുമോ? വായു എന്ന് പറയും, എല്ലായിടത്തും വായു ഉണ്ട്, ബലൂണിലും വായു ഉണ്ട്. അപ്പം അത് ശൂന്യതയ്ക്ക് നമ്മുടെ പ്രതികാര ബുദ്ധിയുണ്ടോ? ഇല്ല. നമ്മളെ ശിക്ഷിക്കണമെന്നില്ല. നമ്മളെ നല്ലതിപ്പോൾ കക്കൂസിൽ വരെ നോക്കിയിരിക്കുകയാണ് ദൈവം. കക്കൂസിലേക്ക് കയറുമ്പോൾ ഇടതുകാലം വെച്ച് കയറാവുന്നതാണ് അവർ പറയുന്നത്. അതിന് പ്രത്യേകം മാർക്കുണ്ട്. ഇന്ന് ഇവൻ തൂറാൻ പോയപ്പോൾ വലതുകാലം വെച്ചാണ് പോയത്. അപ്പോൾ ഇവന് മാർക്ക് വേണ്ട. ഇന്ന് അതുപോലെ മുഖം 3 തവണ കഴുകണം, ഇവന്ന് 2 തവണ കഴുകണം. ഇങ്ങനെ നമ്മൾ കുളിക്കുന്നത്, മൂത്രം ഒഴിക്കുന്നത്, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒക്കെ നോക്കി, ആകാശത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഓരോ വീട്ടിലേക്കും ഒളിക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്? അവരുടെ സങ്കല്പത്തിൽ ദൈവം. അപ്പം അത് വെച്ച് ആളുകളെ പേടിപ്പിക്കുകയാണ്. എന്താണ്? അള്ളാഹു ഇത് നോക്കുന്നുണ്ട്, മാർക്കിടും. നീ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ കുറച്ച് കുട്ടികളെ, മുസ്ലിം കുട്ടികളെ സുഹൃത്തുക്കളുള്ളൂ. അല്ല, ഒരു പയ്യൻ പറയുമായിരുന്നു, എടാ പൂച്ചയെ കല്ലെറിയണ്ട. എന്താ കാരണം? ഈ പൂച്ച ഞാൻ കല്ലെറിയാറില്ല, ഞാൻ ഒരു മൃഗത്തെയും ജീവിയെയും കല്ലെറിയാറില്ല, ചെയ്യരുത്. കാരണം എല്ലാ ജീവനിലും ഹരി ഈശ്വരനുണ്ട്. അപ്പോൾ പൂച്ചയെ കല്ലെറിഞ്ഞാൽ അവർ പറയുന്നത് പൂച്ചയുടെ ഒരു രോമം അല്ലാഹു എടുക്കും, എന്നിട്ട് ആ ഒരു രോമം 7 കഷ്ണമായിട്ട് മുറിക്കും. അതിന് അങ്ങനെ ഒരു പാലം ഉണ്ടാക്കും. ആ പാലത്തോടെ നടത്തിക്കും. മറിഞ്ഞു വീണ ഉടനെ നരകത്തിലിട്ടും. ഇങ്ങനെയുള്ള ചില മായാവി കുട്ടൂസൻ കഥകളൊക്കെയാണ് സിദ്ധാന്തമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്തിരുന്ന മൊയിലേർ ഇതൊക്കെ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ഏകദേശം രൂപം പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ ചോദ്യമാണ്, ഹിന്ദു മതത്തിൽ 3 തരമുണ്ട്. രണ്ടാമത്തെ ഉപാസന ഹിന്ദു മതത്തിലുണ്ടെന്നാണ്. ഹിന്ദു മതത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ഈശ്വരൻ ഉണ്ട്, പക്ഷേ ഒരു പ്രത്യേക രൂപമില്ല, വിഗ്രഹമില്ല എന്ന് വിശ്വസിക്കുന്നവരും ഹിന്ദു മതത്തിലുണ്ട്. ഉണ്ട്. അങ്ങനെ ആരാധന ഹിന്ദു മതത്തിൽ സാധ്യമാണ്. മൂന്നാമത്തേതും ഏറ്റവും പ്രയാസമേറിയതുമായ തലമാണ് ഈശ്വരന് രൂപവുമില്ല, ഭാവവുമില്ല, ഗുണങ്ങളുമില്ല. അങ്ങനെയും അദ്വൈത തലത്തിൽ ഈശ്വരനെ അറിയാവുന്ന, ആത്മസ്വരൂപത്തെ ധ്യാനിക്കുന്ന വിചാരമാർഗവും എവിടെയുണ്ട്? ഹിന്ദു മതത്തിലുണ്ട്. ഈ ഇസ്ലാം മതത്തിൽ, ക്രിസ്തു മതത്തിൽ ഒറ്റ കാര്യമുള്ളൂ. അതെന്താണ്? ഈശ്വരന് പ്രത്യേകിച്ച് രൂപമില്ല, പക്ഷെ ഗുണമുണ്ട്. ഈ രണ്ടാം തരത്തിലുള്ള ഒരൊറ്റ ആരാധനാക്രമം മാത്രമേ അവിടെയുള്ളൂ. ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ഇതാണ് കോംപ്രിഹെൻസീവ്. ഇതൊരു റിലീജിയസ് സൂപ്പർ മാർക്കറ്റാണ്, ഇവിടെ എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ എന്താ? അതങ്ങനെയല്ല. ഹിന്ദുക്കൾ വിഗ്രഹാരാധകരല്ല. ഹിന്ദുക്കൾ എല്ലാവരും വിഗ്രഹാരാധകരല്ല. ഹിന്ദുധർമ്മത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ചിലതിൽ പറഞ്ഞിട്ടുള്ളത് പ്രതിമാരാധനം ഏറ്റവും അധമാരാധന എന്നാണ്. പ്രതിമയിൽ ഈശ്വരനെ ആരാധിക്കുന്ന അധമാരാധനമായി കരുതുന്ന ഹിന്ദു വിഭാഗങ്ങളുണ്ട്. അവർ ഹിന്ദുക്കളാണ്.
ഇപ്പം നിങ്ങൾ വിഗ്രഹാരാധകരാണ് ഹിന്ദുക്കൾ എന്ന് പറയണ്ട. വിഗ്രഹത്തിൽ ആരാധിക്കാതെ ആത്മസ്വരൂപത്തെ തന്നെ ആത്മസ്വരൂപം തന്നെയാണ് ഈശ്വരൻ എന്ന് കരുതലുണ്ട്. രമണ മഹർഷിയെ പോലുള്ള മഹാപുരുഷന്മാരുടെ സിദ്ധാന്തത്തിൽ ആകാശത്തിനപ്പുറത്തിരുന്നൊരു ഈശ്വരൻ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നില്ല. എന്തെങ്കിലും അനുഭവം വരുന്നുണ്ടോ അത് പ്രാരബ്ധമാണ്, കർമ്മഫലമാണ്. സഞ്ചിതം എന്ന് പറഞ്ഞില്ലേ, അത് സമയമാകുമ്പോൾ പ്രാരബ്ധം അനുഭവിക്കാൻ തുടങ്ങും. പിന്നെ മൂന്നാമത്തെ തരം കർമ്മം എന്താണ്? ക്രിയമാന കർമ്മമാണ്. അതായത് ഈശ്വര അടുത്ത ബോർഡ് എക്സാം നടക്കുകയല്ലേ, പരീക്ഷ വരാൻ പോവുകയാണ്, ഈശ്വര പഠിച്ചിട്ടില്ല, കെമിസ്ട്രിയാണ് അല്ലെങ്കിൽ ഫിസിക്സാണ് അടുത്ത ദിവസം എന്ന് വിചാരിക്കുമ്പോൾ അത് വരാനിരിക്കുന്ന കർമ്മത്തെ അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്നേ അതിനു വേണ്ടി തയ്യാറെടുക്കണം. ഇപ്പോൾ ബുദ്ധിമാനായ ഹിന്ദു നാളെ വരാനിരിക്കുന്ന ഒരു മോശം കർമ്മഫലത്തെ തടുക്കാൻ വേണ്ടിയാണ് നിത്യവും നാമം ജപിക്കുകയും നിത്യവും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും സേവ ചെയ്യുകയും നിത്യവും നമുക്ക് പറ്റുന്നത് പോലെ ശുദ്ധമായി ജീവിക്കാൻ ശ്രമിച്ചാൽ വരാനിരിക്കുന്ന ആപത്തിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് കനോട്ട് ബി അൺഡൺ, ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പം 2028 മാർച്ച് മാസത്തിൽ ഒരു അപകടം വരാനിരിക്കുന്നു. അപ്പോൾ ഉടനെ കരഞ്ഞ് തളർന്നിരിക്കുകയല്ല വേണ്ടത്, നിത്യോപാസന ശീലമാക്കുക. അപ്പോൾ മാത്രമല്ല ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, പരമാവധി നല്ല കർമ്മങ്ങൾ ചെയ്യുക. എൻ്റെ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ പത്തനംതിട്ടക്കാരനാണ്. അയാൾ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. 80കളിലെ കഥയാണ്. അദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് മാനേജറായതുകൊണ്ട് എല്ലാ കണക്കും സെറ്റിൽ ചെയ്ത് ബാങ്ക് അടച്ച് അദ്ദേഹം രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം വന്ന് ഇട്ടിച്ചിട്ട് അയാളെ തെറിപ്പിച്ചു പോയി. ആ ഇടിയിൽ ഇയാളുടെ വലത്തെ കാല് പൊടിഞ്ഞു പോയില്ല. പല സ്ഥലത്തും മുറിവും പരിക്കുമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു 6 മാസം മുമ്പ് അമ്മ, എൻ്റെ ഗുരു, അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, മോനെ സൂക്ഷിക്കണം, അപകടമുള്ള സമയമാണ്, വാഹനം എടുക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. പേടി ബേജാറായി, അയ്യോ അമ്മേ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, അമ്മ പറഞ്ഞാൽ നടക്കുമല്ലോ. അല്ല ഞാൻ പറഞ്ഞു നടത്തുകയല്ല മോൻ, അത് വരും. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാ ദിവസവും മോൻ പറ്റുന്നത്ര ലളിതാ സഹസ്രനാമം ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും പറ്റുന്നത്ര ലളിതാ സഹസ്രനാമം ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളി എന്ത് ചെയ്തു, അമ്മ പറഞ്ഞ വാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ വാക്ക് ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഗീത പഠിക്കാൻ പറ്റും. നിഷ്കളങ്കമായ മനസ്സുകൾക്ക് പെട്ടെന്ന് ഈശ്വരൻ രക്ഷ കൊടുക്കും. അവർ വിശ്വസിക്കും. കൂടുതൽ ചോദ്യം തലച്ചോറ് കറക്കിയൊന്നും ഈശ്വരനെ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പോകില്ല. ഒരു സത്യം കണ്ടാൽ അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇമ്മീഡിയറ്റ്ലി പ്രാക്ടീസ് ഇറ്റ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഡേഞ്ചർ ടു കം ആൻഡ് നോക്ക് അറ്റ് യുവർ ഡോർ. യു ആർ സപ്പോസ് ടു പ്രാക്ടീസ് ഇറ്റ് അറ്റ് ദ മൊമെന്റ്, റൈറ്റ് ഫോർത്ത്വിത്ത്. പെട്ടെന്ന് ചെയ്യണം. നല്ല കാര്യം. ശുഭസ്യ ശീഘ്രം എന്നാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത്, നല്ല മനുഷ്യനാണ്, അയാൾ നിഷ്കളങ്കനാണ്. അന്ന് മുതൽ 3 നേരം ലളിതാ സഹസ്രനാമം ചെയ്യുന്നു. പക്ഷേ വരണ്ട ആക്സിഡൻറ്റ് വന്നു, വണ്ടി ഇടിച്ചു, കാലിൻ്റെ നട്ടും പോട്ടും സുഖമൊക്കെ ഇളകി എവിടെ തെറിച്ചു പോയി, എല്ല് പൊടിയാതെ പൊടിഞ്ഞു പോയി. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ കിടക്കണ. അയാൾ ഭാര്യ വളരെ നല്ല ഭക്തയാണ്. അവർ വന്ന് അമ്മയോട് കരഞ്ഞു പറഞ്ഞു, അമ്മ വളരെ കട്ടമാണ്, വലത്തേക്കാലം മുറിക്കേണ്ടി വരുന്നതാണ് ഡോക്ടർ പറയുന്നത്. വളരെ ഗുരുതരമായ അപകടം പറ്റും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ, ഇയാൾ ഉറച്ച് ഗുരുവാക്യത്തിൽ പതിര് കാണരുതാണ്. ഗുരു എന്തു പറഞ്ഞാലും ഗുരു വരാൻ പോകുന്നതും പറയും, അതിൻ്റെ പരിഹാരവും പറയും. വരാൻ പോകുന്നതിനെ ഓർത്തിരുന്നാൽ അത് വരിക തന്നെ ചെയ്യും. പക്ഷെ ആ ലോസ് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ചത്തു പോകേണ്ട ഒരാൾ അല്ലെങ്കിൽ കാല് മുറിക്കേണ്ട ഒരാൾ റിക്കവർ ചെയ്ത് വരും. ഒരു 6 മാസം അനുഭവിച്ചാൽ നടക്കാൻ പറ്റും, പറയുന്ന ചെയ്താൽ. അപ്പോൾ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നിത്യവും ലളിതാ സഹസ്രനാമം ചെയ്യാൻ തുടങ്ങി. 3 നേരം ചെയ്യും, മടി കൂടാതെ ജീവിക്കും. അപകടം പറ്റി. അമ്മയുടെ അടുത്തൊന്ന് ആ ഭാര്യ പറഞ്ഞു, അമ്മ പറഞ്ഞ പോലെ ചേട്ടൻ 3 നേരവും ലളിതാ സഹസ്രനാമം ചെയ്തിരുന്നു, പിന്നെ എന്താണ് ഇങ്ങനെ പറ്റിയത്? അപ്പം പറഞ്ഞു, മോളെ വരാതിരിക്കത്തില്ല, പക്ഷേ അവൻ തിരിച്ചു വരും. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കാല് പോയേനെ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ സമാധാനമായി. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറഞ്ഞു, മുറിക്കേണ്ടി വരുന്ന ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭാര്യയുടെ അടുത്തിരുത്തിയിട്ട് ലളിതാ സഹസ്രനാമം ചെയ്യിപ്പിക്കും. ഇയാൾ മനസ്സിലത് കേട്ട് കിടക്കും എപ്പോഴും. അത്ഭുതകരമായിട്ട് അയാളുടെ എല്ല് പൊടിഞ്ഞിടത്തുനിന്ന് അത്ഭുതകരമായി വളരുകയും ആ മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ഞാൻ ആശ്രമത്തിൽ പോയപ്പോൾ അവിടെ ഒരു പയറ് പോലെ നടക്കുന്നു, ഒരു കുഴപ്പമില്ല. ആ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 40 കൊല്ലം കഴിഞ്ഞു. ഇതാണ് ഗുരുവാക്യത്തിലുള്ള ശ്രദ്ധ, ഏറ്റവും പ്രധാനമാണ്. ഹിന്ദുമതത്തിലെ എല്ലാ ജാതി ഗോത്ര വിഭാഗങ്ങളിലും ഗുരുക്കന്മാരുണ്ടായിട്ട് നമുക്ക് വിശ്വാസമില്ലാത്ത പ്രശ്നമേ ഉള്ളൂ. വിശ്വസിക്കണം. ഇപ്പോൾ ഈ നാരായണ ഗുരുസ്വാമി ഉണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ടായി, അയ്യ വൈകുണ്ഠസ്വാമി ഉണ്ടായി, പണ്ഡിറ്റ് KP കറുപ്പനുണ്ടായി, ശങ്കരാചാര്യ സ്വാമികളുണ്ടായി. എല്ലാ വിഭാഗങ്ങളിലും ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്.
ആ ഗുരുക്കന്മാരെ വന്ദിച്ച് അവർ പറയുന്ന നിഷ്കളങ്ക ഹൃദയത്തോടെ കേട്ടാൽ അതിന് പരിഹാരമുണ്ട്. അപ്പോൾ ജീവിത പ്രാരബ്ധത്തിൽ ഉണർന്ന ഹിന്ദുക്കളോട് പെട്ടെന്ന് തത്വശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പെട്ടെന്ന് രക്ഷ നേടാൻ വേണ്ടി ശങ്കരാചാര്യ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. ആദ്യം ഞാൻ പറഞ്ഞു ഗേയം ഗീതാ നാമ സഹസ്രം. എല്ലാ ദിവസവും ഭഗവത്ഗീത ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഉപദേശമാണ്. എല്ലാ ദിവസവും ഒരു ശ്ലോകം 3 നേരം ഓർത്ത് പഠിക്കണം. അതിൻ്റെ വ്യാഖ്യാനം പഠിക്കണം. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പേപ്പറിൽ എഴുതി കൊണ്ടുപോകും ശ്ലോകം, എന്നിട്ട് പോക്കറ്റിട്ടും ഇടയ്ക്കിടയ്ക്ക് കാമുകിയുടെ ഫോട്ടോ പോലെ എടുത്ത് നോക്കുവാനും. എന്താണ് ഇങ്ങനെ ഒളിച്ചിട്ട് ആരും കാണണ്ട എന്ന് നോക്കും. അങ്ങനെയാണ് 3 നേരം ഞാൻ ഒരു ശ്ലോകം കണ്ട് ഗീത പഠിച്ചു. വൈകുന്നേരം വീട്ടിൽ പോയാൽ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം, അന്വയം, പദച്ഛേദം, വിഗ്രഹം ഒക്കെ പഠിച്ചിട്ട് കിടക്കും. അങ്ങനെയായിരുന്നു. അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ സമയമുണ്ടായിരുന്നു. ഈ മൊബൈൽ ഒരു ചെലുത്താനായതുകൊണ്ട് ഇപ്പം അത്ര ഇതും പഠിക്കാൻ പറ്റുന്നില്ല. മൊബൈൽ മാത്രമല്ല, ഇപ്പോൾ ലാപ്ടോപ്പും എല്ലാം ഉണ്ട്. അതൊന്ന്. രണ്ടാമത് എന്താ ആചാര്യം പറഞ്ഞത്? വിഷ്ണു സഹസ്രനാമം ജപിക്കണം എന്നാണ് പറഞ്ഞത്. ഗേയം ഗീതാ നാമ സഹസ്രം എന്ന് ശങ്കരാചാര്യ പറഞ്ഞാൽ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം. എന്താ കാരണം എന്ന് വെച്ചാൽ വിഷ്ണു സഹസ്രനാമം ശരീരേ ജർജരീഭൂതേ വ്യാധിഗ്രസ്തേ കളേബരേ ഔഷധം ജാഹ്നവീതോയം വൈദ്യോ നാരായണോ ഹരി. അതായത് ശരീരത്തിൽ എങ്ങനെ പോയാൽ അസുഖം വരും. ഒരു ജലദോഷം പോലും വരാത്ത ആരും ലോകത്തില്ല. എന്തെങ്കിലും വരും. ഇപ്പോൾ ഈ ശരീരത്തിൽ നശ്വരത ഉണ്ടെന്ന് മരിക്കും, എന്തെങ്കിലും മരിക്കും. അപ്പോൾ അത് ശരീരികളായ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ അവൻ്റെ ആരോഗ്യം, രോഗങ്ങളെല്ലാം തടയാൻ അതിന് സാധിക്കും. ലളിതാ സഹസ്രനാമം സാധിക്കും. അത് താന്ത്രികമാണ്, കുറച്ചുകൂടെ ബീജാക്ഷരങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് എല്ലാവരും എത്രത്തോളം പക്വമാണോ അത് ജപിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ശങ്കരാചാര്യ പറഞ്ഞ കാര്യമാണ് ഗീതയും നാമസഹസ്രം ജപിക്കണം. അത് നിങ്ങൾ ഇഷ്ടമുള്ള സഹസ്രനാമം ജപിച്ചോളൂ, പക്ഷെ അത് മുടക്കരുത്, എല്ലാവരും ചെയ്യണം. രണ്ടാമത് പറഞ്ഞത് ധ്യേയം ശ്രീപതി രൂപം അജസ്രം. സാക്ഷാൽ ശ്രീപതിയായിരിക്കുന്ന വിഷ്ണുവിൻ്റെ രൂപത്തെ കൃഷ്ണനായോ രാമനായോ നിങ്ങൾ ഇഷ്ടം പോലെ ധ്യാനിക്കണം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യൻ്റെ കുലദേവത കൃഷ്ണനാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ കുലദേവത എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത എന്താണോ, അത് ശിവനാവാം, രാമനാവാം, ഏത് മൂർത്തിയാവാം, ദേവിയാവാം, അത് ധ്യാനിക്കണം. എല്ലാ ദിവസവും ധ്യാനിക്കണം. പിന്നെയോ മൂന്നാമതെന്താ? നേയം സജ്ജന സംഘേ ചിത്തം. സജ്ജനങ്ങളുടെ കൂടെ ചേരണം, ദുർജനങ്ങളുടെ കൂടെ ചേരരുത്. ദുർജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരിയലിലെ മഹിഷാസുരനെ കാണിക്കുമ്പോണ്ടല്ലേ, മറ്റേ ഞാനൊരു സിനിമ കാണുമ്പോൾ ഇപ്പോഴും ചിരിച്ചിട്ട് എനിക്ക് ആലോചിക്കാൻ വയ്യത്. ഞാനൊരു സിനിമ അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ എന്നൊരു സിനിമ. അതിൽ അയ്യപ്പൻ മഹിഷിയായിട്ട് യുദ്ധം ചെയ്യാൻ. മഹിഷി എന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങൾ, ഒരു സ്ത്രീ, ഒരു പാവാടയൊക്കെ കൊടുത്ത് ഒരു കറുത്ത പെയിൻ്റൊക്കെ അടിച്ച് കൊമ്പൊക്കെ, കോമഡി സാധനം. അത് കണ്ട അയ്യപ്പൻ ചിരിച്ച് ചത്തേനെ ശരിക്കും. അങ്ങനെ ഉണ്ടാക്കിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കൊമ്പ് വെച്ചിട്ട് നാക്ക് നീട്ടിയിട്ടൊന്നുമല്ല ദുഷ്ടജനങ്ങൾ നമ്മുടെ അടുത്ത് വരിക. ശീലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആസുരികത വരിക. കോളേജിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നു, വാടാ ഒരു കുഴിമന്തി കഴിക്കുക. കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഏറ്റവും കൂടുതൽ ബോർഡ് വരുന്ന എന്താണ്? കുഴിമന്തി. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഊണ് കഴിക്കില്ല. ഒരു പ്രത്യേകത, ഞാൻ 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ചോറ് കണ്ടാൽ അമേദ്യം പോലെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വേണ്ട അവർക്ക് എന്താ വേണ്ട വെച്ചാൽ 2 മൈദ കൊണ്ട് ഉണ്ടാക്കിയതിന് നടുവിൽ കുറച്ച് കോഴിക്കഷ്ണം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അസുരന്മാരെ പോലെ തിന്നോളൂ. പെട്ടെന്ന് തിന്നുക, ആട്ടുകാട്ടം പോലെ അപ്പിടുക. ഇങ്ങനെ കഴിക്കാനുള്ള ക്ഷമ പോലും നഷ്ടപ്പെട്ടതിനർത്ഥമാണത്. ഈ 5G 6G 7G എന്ന് പറഞ്ഞിട്ട് സാധനത്ത് വരുന്നല്ലോ, ഇത് നമ്മളെ കൊല്ലുകയാണ്. കാരണം ക്ഷമ കെടുത്തുകയാണ്. ഇപ്പോൾ 5G അനുഭവിച്ചിരുന്ന ഞാൻ ഡൽഹിയിൽ പോയി. ഡൽഹി കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലമാർക്കയുടെ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ പോയി ഡൽഹിയിൽ പോയപ്പോൾ ഒരു റേഞ്ചില്ല. ഈ ഫോണിനുമില്ല, ട്രസ്റ്റിൻ്റെ ഫോണിനുമില്ല, 2 ഫോണിനും റേഞ്ചില്ല. ഭാര്യയെ പോലും വിളിക്കാൻ പറ്റുന്നില്ല, ഫോണില്ല. ഇടയ്ക്ക് ആരെയും വിളിച്ചാൽ കേൾക്കില്ല. അപ്പം ഞാൻ അമ്മയെ, എൻ്റെ ഗുരുവിനെ എപ്പോഴും എല്ലാ ദിവസവും ധ്യാനിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇത് നല്ലൊരു സമയമാണ്, എനിക്ക് എത്രത്തോളം ക്ഷമയുണ്ട്, ഞാൻ എത്രത്തോളം മനസ്സിന് ആഴമുള്ളവനാണ് എന്ന് പരീക്ഷിക്കേണ്ട ദിവസമാണ്. ഈ 4 ദിവസവും ഞാൻ 1 മിനിറ്റ് പോലും അയ്യോ റേഞ്ച് കിട്ടുന്നില്ലല്ലോ, റീൽസ് കാണാൻ പറ്റുന്നില്ലല്ലോ, ഇൻസ്റ്റയിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചോ ആശങ്കിക്കുകയോ കരയുകയോ ദുഃഖിക്കുകയോ ചെയ്തില്ല. കഴിഞ്ഞ 2003-ലാണ് ആദ്യത്തെ ഫോണിക്ക് കിട്ടുന്നത്. ഒരു ചെറിയ
ഇവർ 1 രൂപ കൊടുത്തില്ലേ, മൺസൂൺ ഹങ്കാമ റിലയൻസ്, ആ 1 രൂപയുടെ ഫോണാണ് ആദ്യം വാങ്ങിയത്. 2003, 2013, 2023, 2025. അപ്പം ഈ എത്ര വർഷമായത്? 25 എത്ര വർഷമായി? 30 വർഷമായി? ഇല്ല, 20 വർഷം, 25ാമത്തെ വർഷമായി ഫോൺ ഉപയോഗം. എന്നിട്ടും അതിനെന്നെ പിടിക്കാൻ പറ്റിയില്ല. I have never become panicked. I have never felt any uneasiness. I have never thought of, oh my God, I can't watch any reels. എനിക്ക് ഒരിക്കലും തോന്നിയില്ല. നല്ലോണം മന്ത്രം ചോദിച്ചു. സുഹൃത്തുക്കളെ പറയട്ടെ, 4 ദിവസം കൊണ്ട് 1 ദിവസം 3 നേരം സഹസ്രനാമം ചെയ്യാൻ പറ്റി. ഈ 4 ദിവസവും അത് നിങ്ങൾ മനസ്സിനെ പരിശീലിപ്പിക്കണം, കുട്ടികളെ പരിശീലിപ്പിക്കണം. 1 ആഴ്ച എങ്കിലും ഫോൺ ഉപയോഗം ഇല്ലാതിരിക്കാൻ പറ്റുമെന്ന് നോക്കണം, കമ്പ്യൂട്ടർ ഉപയോഗം ഇല്ലാതിരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ അമ്മമാരുണ്ടാവില്ല. എന്താ കാരണം? ഇതെന്തൊക്കെ ടെക്നോളജി വളർന്നാലും ഗർഭം 9 മാസം പേരട്ടെ. ക്ഷമയില്ലാണ്ട് അതിനെ ഞെക്കി പുറത്തേക്ക് വിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇനിയുള്ള കുട്ടികൾ ലൈംഗിക വീഴ്ച സ്വതന്ത്രമായി അനുവദിക്കില്ല. കാരണം കുട്ടികൾ ഉണ്ടാവാൻ അവർ താല്പര്യപ്പെടുന്നില്ല, ക്ഷമയില്ല, ആഴമില്ലാത്ത മനസ്സാണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാനും. ഒരു കുട്ടി, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് വാർത്ത, അതായത് കൊറിയയിലൊരു കാമുകൻ, കൊറിയക്കാരൻ കാമുകൻ. ഈ കൊറിയക്കാരുടെ പ്രത്യേകത കണ്ടാൽ ഇത് ആണാണോ പെണ്ണാണോ മനസ്സിലാവില്ല എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് എവിടെയും രോമം മുളയ്ക്കില്ല. ഈ ചില കടകളിലുണ്ട് കോഴിമുട്ട തോട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലത്തെ പിള്ളേരാണ് എല്ലാം. ഇത് ആണാണോ പെണ്ണാണോ എന്ന് ശബ്ദം കൊണ്ടോ രൂപം കൊണ്ടോ തിരിച്ചറിയാൻ പറ്റില്ല. ഈ പിള്ളേരുടെ, ഈ വങ്കന്മാരുടെ ആരാധകരാണ് നമ്മുടെ കുട്ടികളുടെ ഒരു വലിയ ശതമാനം. അപ്പം ഇവളൊരു കുട്ടി, ഇവൾക്ക് ആരോ ഫോൺ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇത് കാഴ്ച തുടങ്ങി, മറ്റേ കൊറിയക്കാരുടെ ഡാൻസ്, കൊറിയക്കാരുടെ പാട്ട്, അങ്ങനെയുള്ള വലിയൊരു കൊറിയാനന്ദയായി മാറി. കൊറിയയോട് വലിയ സ്നേഹം. അപ്പോൾ ആരോ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടിയെ പറ്റിച്ചു. കൊറിയക്കാരൻ കാമുകനാണ് ഇവളെ പ്രേമിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനാലോചിക്കും ഏത് ഭാഷയിലാണ് അവർ സംബന്ധിച്ചേക്കണം. ഈ കുട്ടി മലയാളിയാണ്, അപ്പോൾ ഇവളെ പറ്റിച്ചാണ് അവൻ. ഏതോ ഒരു മലയാളി ചെയ്ത പണിയാണ്. കൊറിയക്കാരനുണ്ട്. ഇപ്പോൾ കൊറിയക്കാരനല്ലേ, നല്ലോണം വെളുത്ത ആളല്ലേ, വെളുത്തവരോട് വിശേഷമായ ആരാധന സൂക്ഷിക്കുന്ന മണ്ടന്മാരാണ് ഈ ഇന്ത്യക്കാർ. അതുകൊണ്ടാണ് സാഹിബ് നമ്മളെ ഭരിച്ചത്. വെള്ളക്കാരൻ ചെയ്താൽ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളാണ്. ഈ കുട്ടി എന്ത് ചെയ്തറിയോ? ഈ ഒരു ദിവസം ഇവൻ്റെ ഇൻസ്റ്റാ ഇതിൽ എഴുതി മെസ്സേജ് അയച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു നോട്ട് അയച്ചു. ഏതോ ഫേക്ക് ഐഡിയിൽ ഒരു മലയാളി ചെയ്ത പണിയാണ്. ഈ പെണ്ണ് എന്ത് ചെയ്തറിയോ? അയ്യോ എൻ്റെ കാമുകൻ മരിച്ചാണ്ട് ഇവിടെ തൂക്കിച്ചത്. നടന്ന കാര്യം വായിച്ചില്ല ഞങ്ങളതൊന്നും. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് മൂല്യ ശോഷണമാണ്. വാല്യൂസ് റിവേഴ്സ് വാല്യൂസാണ്, റിവേർട്ടഡ് വാല്യൂസാണ്, തലതിരിഞ്ഞ മൂല്യബോധമാണ്. അത് ചില മതങ്ങളെ പോലെയാണ്. ബലാത്സംഗം നടന്നു, ഒരു സ്ത്രീയെ ആണുങ്ങൾ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്ത് വെച്ചോളൂ. മത നിയമം എന്താ അറിയോ? അതിനൊരു ഒരു സ്ത്രീ സാക്ഷി പറയണം. അതിന് ഒരു സ്ത്രീ പറഞ്ഞാൽ പോരാ, 2 പുരുഷന്മാർ സാക്ഷി പറയണം റേപ്പ് ചെയ്തതിന്. അതെന്ത് നിയമം? അങ്ങനെ നിയമമുണ്ട്, മതങ്ങളിലുണ്ട്. ചില മതങ്ങളിൽ റിവേർട്ടഡ് വാല്യൂസ് എന്ന് പറയും. അല്ലെങ്കിൽ ബലാത്സംഗം കുഴപ്പമില്ല, കൊലപാതകം കുഴപ്പമില്ല, കൊള്ളിവെക്കൽ കുഴപ്പമില്ല, മറ്റുള്ളവർ വീട് തീവച്ചാൽ കുഴപ്പമില്ല, വെടിവെച്ച് കൊന്നാൽ കുഴപ്പമില്ല, വെട്ടിക്കൊന്നാൽ കുഴപ്പമില്ല, വിഗ്രഹാരാധന ചെയ്താൽ അതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന്. അപ്പോൾ അത് തലതിരിഞ്ഞ മൂല്യബോധമല്ലേ ഇതാണ്. അപ്പോൾ ആസുരികത നമ്മളിലേക്ക് കടക്കുന്നത് ഈ രൂപത്തിലാണ്. എങ്ങനെ? നമ്മളെ മറ്റുള്ളവരുടെ ശീലങ്ങൾ വളരെ സട്ടിലായിട്ട് അവർ എത്തിക്കും, അത് വളരെ സൂക്ഷ്മമായിട്ട് എത്തിക്കും. കുഴിമന്തി കഴിപ്പിക്കും, അല്ലെങ്കിൽ ചോറ് വേണ്ട, ചോറല്ലെങ്കിൽ നമുക്ക് വേണ്ട, ചപ്പാത്തി മടക്കി തിരിയുക. ചപ്പാത്തി നമ്മുടെ ദക്ഷിണേന്ത്യക്കാരുടെ ഭക്ഷണമല്ല. കഞ്ഞി കണ്ട ഛർദ്ദിക്കാൻ വരിക, സാമ്പാർ കണ്ട അയ്യോ എന്ന് ഓടി വിളിക്കുക. ഇവർക്ക് വേണ്ടത് എന്താണ്? കഫം വലിയണ പോലെ സാധനം. പീസ്സ എന്നതിന് പേര്. പീസ്സ വട്ടത്തിൽ എന്തൊരു മൈദ, ഒരു കഷ്ണം ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളൂ. ഒരു രുചിയില്ലാത്ത സാധനം, നിർഗുണ പരബ്രഹ്മം. വട്ടത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് ചീസ് തന്നെ നടുവ് വയ്ക്കും, കുറച്ച് മുളക് പൊടി കയറും, അത് കഴിക്കുക. അപ്പോൾ എന്താണോ സായിപ്പ് ചെയ്യുന്നത് അത് ചെയ്യാൻ നോക്കുന്ന നാടൻ സായിപ്പന്മാരാണ് നമ്മുടെ മക്കൾ. അവർക്ക് കൂറില്ല, ബന്ധമില്ല, ഒന്നുമില്ല, ഇങ്ങനത്തെ ശീലങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ 4 ദിവസം ഡൽഹിയിൽ നിന്ന് 3 ദിവസം ഡൽഹിയിൽ ഇരുന്ന സമയത്ത് റേഞ്ചിൽ നിന്നൊരു സാധനമില്ല. നന്നായിട്ട് ശൃംഗേരി ആചാര്യ എഴുതിയൊരു പുസ്തകം വായിച്ചു,
3 ദിവസം കൊണ്ട് ഞാൻ കൊണ്ടുപോയിരുന്നു ഇവിടുന്ന്. ശൃംഗേരി ആചാര്യൻ്റെ പുസ്തകം വായിച്ചു. അതുപോലെ 3 നേരം സഹസ്രനാമം ചെയ്തു. മന്ത്രം, ഒരു പ്രത്യേക മന്ത്രം ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് 12,000 ജപിച്ചു 3 ദിവസം കൊണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ നേട്ടങ്ങളാണ്. എൻ്റെ മനസ്സിനെ അടക്കാൻ ഞാൻ വളരെ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, അൺറിയൽ അല്ല. 700 മണിക്കൂർ റീൽ കണ്ടാൽ എന്തെങ്കിലും കൊണ്ടുണ്ടോ? കണ്ണടിച്ചു അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ല കാര്യങ്ങളെ കുട്ടികളെ നിർത്തുക. അതാണ് നേയം സജ്ജന സങ്കേചിത്തം. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ആരോട് കൂട്ടുകൂടുന്നു, അവരെന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 4 ഹിന്ദു കുട്ടികൾ കൂടെ ശങ്കരാചാര്യരെ പറ്റി പറയുന്നത് വിചാരിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തുടയിലെ മസിൽ കണ്ടില്ലേ? അവൻ്റെ വയറിൽ ഇത്ര കട്ടയുണ്ട്, അവൻ ദൂർന്നൊന്നും കാണാത്ത ഭാഗ്യം. ഇപ്പം ഞാൻ പറയണ അവൻ്റെ ഒരു കാല് ഇൻഷുർ ചെയ്തിരിക്കുന്നത് എത്രയോ കോടി രൂപ, ഒരു 1000 കോടിക്കാണ്. അവന് ഒരു മുറിവ് അതിൽ പറ്റിയാൽ 1000 കോടി അതിന് ചികിത്സ ഉപയോഗിക്കും. അവൻ്റെ കാലിനോട് വെള്ളമിറക്കാണ് ഈ വിദ്യകൾ. മനസ്സിലാവണ്ടോ? മൂല്യവത്തായ ഗുണം ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള ഒരു നേട്ടവും ഇല്ലാത്ത തലമുറയാണ്. ഒരു നേട്ടവും ഇല്ല. ജസ്റ്റ് പാസിങ് ടൈം ബൈ, അത്രയേ ഉള്ളൂ. പാസിങ് ടൈം. ഇപ്പോൾ ഒരു മോളിവിടെ തബല വായിച്ചു, 10 വർഷം തബല പഠിച്ചത് വലിയ കാര്യമാണ്. ഒരു റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആ ടൈം വെറുതെ കളഞ്ഞില്ല. ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ +2 ആയി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിസ്ട്രാക്ഷൻസ് വരാൻ തുടങ്ങും. അപ്പം മാറും. അത് പാടില്ല. ഇപ്പോൾ കുഴിമന്തി കഴിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചില കടകൾ പറയണം, ചില കടകൾ നമ്മുടെ കേരളത്തിൽ കറുത്ത ബോർഡിൽ മഞ്ഞ അക്ഷരം, മഞ്ഞ ബോർഡിൽ കറുത്ത അക്ഷരം. കുഴിമന്തിയുടെ ഒക്കെ ബോർഡ് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. തുണിക്കടകളുടെ ബോർഡ്, ജ്യൂസ് കടകളുടെ ബോർഡ്, ഇതൊക്കെ എങ്ങനെയാണ്? ഇത് ജിഹാദി ഫണ്ടിങ് ആണെന്നാണ് അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറുത്ത ബോർഡിൽ മഞ്ഞ കൊണ്ട് എഴുതുക, മഞ്ഞ ബോർഡിൽ കറുത്തോണ്ട് എഴുതുക. എന്തിനാണത്? തേനീച്ചയുടെ കളർ മിശ്രിതമാണ്. അവരുടെ മതഗ്രന്ഥത്തിൽ തേനീച്ചയെ പറ്റി പ്രധാനപ്പെട്ട ഒരു അധ്യായമുള്ളത് സിംബോളിക്കായിട്ട് ഉപയോഗിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. അത്തരം കടകളിലേക്ക് പോകുന്ന കസ്റ്റമേഴ്സിൽ 90% പേരും ആരാണ്? നമ്മളെ നായരും ഈഴവനും നമ്പൂരിയും ഒക്കെ തന്നെയാണ്. എന്തിനാണ് പോകുന്നത്? അവിടുന്ന് കുടിക്കുമ്പോൾ പിന്നെ അവിടുന്നേ കുടിക്കുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തോ കാര്യമുണ്ട്. അത്തരത്തിൽ കുട്ടികളിൽ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. ഇതിനോടാണ് താല്പര്യം. ഉണ്ണുക ഇഷ്ടമല്ല, ഊണ് കഴിക്കുക താല്പര്യമില്ല, കഴിച്ചൊന്ന് വരുത്തുകയുള്ളൂ. മൂല്യശോഷണത്തിൻ്റെ അങ്ങേയറ്റമാണ് ഹിന്ദു കുട്ടികളുടെ ജീവിതം. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇസ്ലാം മതത്തിലെയും ക്രിസ്തു മതത്തിലെയും കുട്ടികൾ അവരുടെ മതപ്രമാണങ്ങൾ ഉല്ലംഘിക്കുകയില്ല. ഈ കളിയൊക്കെ കളിച്ചാൽ അവൻ പോയിട്ട് പള്ളിയിൽ പോകും. എന്തുകൊണ്ട് പോവും? അവൻ ചെറുപ്പത്തിലെ മൂല്യങ്ങൾ നേടി. അവൻ്റെ മതത്തെപ്പറ്റി അവൻ 4 വയസ്സ് മുതൽ പഠിക്കുകയാണ്. നമ്മൾ പഠിക്കാൻ തുടങ്ങി 40 വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങി. ഇതിന് മാറ്റം വരണം. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ശ്രീമദ് ഭഗവത്ഗീതയും സഹസ്രനാമ പാരായണവും ഈശ്വര ധ്യാനവും പഠിപ്പിച്ചു കൊടുക്കണം. ശങ്കരാചാര്യ പറഞ്ഞാണ്. അടുത്ത പോയിന്റാണ് നേയം സജ്ജന സങ്കേചിത്തം. ആരോട് കൂട്ടുകൂടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളെ അവർ വളരെ സട്ടിലായിട്ട് സ്വാധീനിക്കുകയും നമ്മുടെ പാരമ്പര്യ ജപം തപസ് മുടക്കുകയും ചെയ്യും. തപസ് മുടക്കുക എന്നുള്ളത് അസുരന്മാരുടെ ശീലമാണ്. ദേവന്മാർ യാഗം നടത്തി അത് മുടക്കുക, ദേവന്മാർ തപസ് ചെയ്യുമ്പോൾ അത് മുടക്കുക. ആരുടെ ശീലമാണ്? അസുരന്മാരുടെ ശീലമാണ്. സന്ധ്യയ്ക്ക് കുറി തൊട്ട് ജപിക്കാതിരിക്കുന്നിടത്ത് പറയും, വാടാ നമുക്ക് പോയി പൊതിച്ചോറ് കൊടുക്കാമെന്ന് പറയും. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും പൊതിച്ചോറ് നല്ല കാര്യമില്ലേ. പൊതിച്ചോറല്ല കൊടുക്കാൻ ഉദ്ദേശിക്കും. നീ ജപിക്കരുത് എന്നാണ് അവൻ്റെ ആഗ്രഹം. നീ ജപിക്കാൻ പാടില്ല, നീ ഹിന്ദുവായി ജീവിക്കരുത്. നീ അമ്പലത്തിൽ 2 ദിവസം പോയ അവിടെ എന്താണ് ഭക്തി കൂടിപ്പോയി നീ സന്യാസിയാവുമോ? ഹിന്ദുക്കൾ എന്താ കാരണം? ഭക്തി കൂടരുത്. ഹിന്ദുക്കളോട് പറയുകയാണ് ഹിന്ദുക്കൾക്ക് മാത്രം ഭക്തി കൂടാൻ പാടില്ല. 2 ദിവസം ചെറുപ്പക്കാരൻ അമ്പലത്തിൽ പോയ ഉടനെ ചോദിക്കണം, എന്താ അമ്പലത്തിലൊക്കെ വൈകുന്നേരം അവിടെ മറ്റേ ഇവിടെ കളിക്കാൻ പോകുക, അല്ലെങ്കിൽ മറ്റേ ഞൊട്ടുന്ന പരിപാടി ഉണ്ട്, എന്താണ് അതിന് പറയാം? ക്യാരം ബോർഡ് കളിക്കാം, ചെസ്സ് കളിക്കാം, മറ്റു കളിക്കാം. ഈ കളികളൊക്കെ ഈ സമയം നിശ്ചയിക്കുന്നതെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഒരിക്കലും മതബോധമുള്ളവരായി തീരരുത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കോളേജ് കാലത്ത് ഞങ്ങൾ സായാഹ്ന ശാഖ, വൈകുന്നേരം ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികളെല്ലാവരും ശാഖയിൽ പോവും. അവിടെ ചിട്ടയോടുകൂടി വളരെ കൃത്യമായിട്ട് ചില കളികളിൽ ഏർപ്പെടുക, എക്സസൈസ് ചെയ്യുക, ബൗദ്ധികമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ചരിത്രം ചർച്ച ചെയ്യുക ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ പേര് അവിടെ പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾ സംഘസ്ഥാൻ എന്ന് പറയുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് അലങ്കോലാക്കുക, അവിടെ ഇത് മദ്യപിക്കുക,
എന്താ ഉദ്ദേശിച്ചാൽ അവർ ഒരിക്കലും ചരിത്രം പഠിക്കുക. ഛത്രപതി ശിവാജി മഹാരാജൻ്റെ മഹത്വപൂർണ്ണമായ ഹിന്ദു സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ പോരാട്ട വീര്യം നമ്മുടെ കുട്ടികളിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നു ചിലർ. ഇങ്ങനെ കണ്ടില്ലേ കേരള സ്റ്റോറി, ആ സിനിമ എടുത്ത് തല്ലിപ്പൊളിയായിട്ടാണ് എടുത്തത്. അതാണ് ഒന്നാമത്തെ ന്യൂനത. പോട്ടെ, അത് കാണാനിരുന്നവരുടെ ചേട്ടാ നിങ്ങൾ ടിക്കറ്റിൻ്റെ പൈസ ഞങ്ങൾ അങ്ങോട്ട് തരാം, നിങ്ങളിത് കാണരുത്. എന്താ കാരണം? കണ്ടുപോയാൽ അവൻ്റെ മകളെ മതം മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ ആരുടെ ഏജന്റുമാരാണ്? ഞാൻ കണ്ടതാ വീഡിയോ തരാം, ടിക്കറ്റിൻ്റെ പൈസ അങ്ങോട്ട് തരാം ചേട്ടാ, കാണണ്ടെന്ന്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പുഴുക്കുത്തുകളെ പറ്റി നമ്മൾ ബോധവാന്മാരാകരുതെന്ന് കരുതി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മതത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. ക്യാൻവാസിങ് വളരെ സട്ടിൽ ക്യാൻവാസിങ് ആണ്. നമ്മൾ ജപിക്കരുത്, നമ്മൾ ഗുരുത്വമുള്ളവരായിരിക്കരുത്, നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായിരിക്കരുത്, നമ്മൾ ഗീത പഠിക്കരുത്. അതിന് എന്തൊക്കെ അട്രാക്റ്റീവ് ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അങ്ങനെയാണ് ഓരോ ഹിന്ദു കുട്ടിയും സ്കൂൾ കാലവും കോളേജ് കാലവും കഴിയുന്നത്. അതുകൊണ്ട് ഒരുത്തനും അഭിമാന ബോധമുള്ള ഹിന്ദുവായി മാറുന്നില്ല. ഇതിന് മാറ്റം വരണം. അതിന് വീട് വിദ്യാലയമാവണം, ഗൃഹം ഗൃഹസ്ഥാശ്രമമാവണം എന്ന് ഗുരു പറയും. അമ്മമാർക്ക് അറിവുണ്ടാകും. പുരാണ ഇതിഹാസങ്ങളിലും ശാസ്ത്രങ്ങളിലും അമ്മമാർക്ക് അറിവുണ്ടാവണം, അച്ഛനും അറിവുണ്ടാവണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നും ഗീത വായിപ്പിക്കണം, അർത്ഥം പഠിപ്പിക്കണം, സഹസ്രനാമം ജീവിപ്പിക്കണം. ഇല്ലെങ്കിൽ വെള്ളം കൊടുക്കരുത്. എന്നെ ഒരുപാട് അങ്ങനെയാണ് പഠിപ്പിച്ചത്. അടി കിട്ടി മൂലി പോലെയാണ് ഞാൻ വളർന്ന് അടി കിട്ടിയിട്ട്. കാരണം സന്ധ്യ കറക്റ്റ് 6 മണി അടിക്കുമ്പോഴേ കുളിർച്ച് റെഡിയായിട്ട് അവിടെ ജീവിക്കായിരുന്നോളാം. ചോദ്യം വേറെ ഒന്നുമില്ല. ആ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ഡിസിപ്ലിൻ കിട്ടാത്ത കുട്ടികൾ 3 പേരെ എനിക്ക് നേരിട്ടറിയാം. 3 പേരും ആത്മഹത്യ ചെയ്യുകയുണ്ടായത്. അവർക്ക് ജീവിതം പെട്ടെന്ന് മടുത്തു. കാരണം ചെറുപ്പത്തിൽ ജീവിതത്തിൽ ഒരു പേർപ്പസ് വേണം, ഒരു മീനിങ് വേണം എന്ന് തോന്നാതിരുന്നാൽ പെട്ടെന്ന് ജീവിതം ബോറടിക്കും, മരിക്കണം തോന്നും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയ അടിയൊക്കെ കിട്ടിയാൽ ഞാൻ അന്നേ ആത്മഹത്യ ചെയ്തേനെ. പക്ഷെ ആ ചിന്തയില്ല എൻ്റെ മനസ്സിൽ. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് അടി കിട്ടിയത്, അത് തെറ്റ് തിരുത്തണം എന്നുള്ള ചിന്തയാണ് എനിക്ക്. ഇന്ന് കുട്ടികൾ അടിച്ചു നോക്കണം, ആ വടി വാങ്ങി നമുക്ക് 2 കിട്ടും. അടിക്കണ്ട, പറഞ്ഞാൽ മതി. അപ്പോൾ ഡിസിപ്ലിൻ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ശിക്ഷണം, അതായത് കൃത്യമായിട്ട് ഇന്ന സമയത്ത് ജപിക്കണം, ഇന്ന സമയത്ത് ഉണരണം, ഇന്ന സമയത്ത് ഉറങ്ങണം എന്ന ശീലമുണ്ടാകും. ഒന്നിനോട് അഡിക്റ്റ് ആവാൻ സമ്മതിക്കരുത്. അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ചൊല്ലില്ല, അടക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, കവുങ്ങ് എങ്ങനെ വയ്ക്കാൻ. അടക്കയാകുമ്പോൾ ചെറുപ്പത്തിലാവും മടി വയ്ക്കാം. അത് ശീലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രയാസമാണ്. അല്ലെങ്കിൽ പിന്നെ മഹാത്മാക്കൾ ഇടപെടണം. അപ്പോൾ ഞാൻ പറഞ്ഞതിനർത്ഥം നല്ല ആളുകളായിട്ട് ചൂസ് ചെയ്ത് കൂട്ടുകൂടണം. അവർ എൻ്റെ ഉപാസനയെ ബാധിക്കുന്നുണ്ടോ, അവർ എൻ്റെ ഗുരുത്വത്തെ ബാധിക്കുന്നുണ്ടോ, അവരെൻ്റെ പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കി മാത്രം കൂട്ടുകൂടണം. എൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് വിഘാതം വരും വിധം എൻ്റെ ജപത്തെയോ തപസ്സിനെയോ മുടക്കുന്ന ആസുരികമായ ഒരു കൂട്ടുകെട്ടാണോ ഇത്? ഹൗ എവർ സോഫ്റ്റ് ഇറ്റ് മേ സീം ടു ബി ഇൻ ദി ഔട്ട്വേർഡ്. പുറത്ത് എത്ര നല്ലതാണെന്ന് തോന്നിയാലും ഇതെൻ്റെ ജപത്തെയും തപസ്സിനെയും മുടക്കുന്ന ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ അത് ഉപേക്ഷിക്കണം. എനിക്ക് ഡൽഹിയിലെ അനുഭവം, ഈ അടുത്ത കാലത്ത് ഉണ്ടായ അനുഭവമാണ്. 4 ദിവസം ഒരു ദൂരില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഗുരുവിൻ്റെ ശക്തിയുണ്ട്, ഗുരു എൻ്റെ ഉള്ളിലുണ്ട്. കൃത്യമായിട്ട് ജീവിതം ഒരു വിഷമമില്ലാതെ ജീവിക്കാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏറ്റവും സന്തോഷത്തോടെ ഇരുന്ന സമയമാണ് ആ 3 ദിവസം. ആരെയും വിളിക്കണ്ട, വളരെ ശാന്തമായി ഈശ്വര ധ്യാനം ചെയ്യാം. ഒരാൾ അവൻ്റെ സ്വകാര്യതയിൽ എന്ത് ചെയ്യുന്നു അതാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം. പബ്ലിക്കിൽ എങ്ങനെയും പെരുമാറാം, പബ്ലിക്ക് ഞാൻ മഹാമാന്യനാന്നൊക്കെ പറയാം. പക്ഷേ സ്വകാര്യതയിൽ എന്താണ് അവൻ പറയുന്നത്, അവൻ്റെ ജീവിത രീതി എന്താണ്? അവൻ മാത്രമുള്ളപ്പോഴും ഈശ്വരൻ സാക്ഷിയാണെന്ന ബോധ്യമുണ്ടോ? എങ്കിൽ അവൻ നല്ലവനാണ്, അല്ലെങ്കിൽ അവൻ അസുരനാണ്. ഈ രീതി കുട്ടികൾ വളർത്തണം. അതായത് പറഞ്ഞു. ഇനി അവസാനം പറഞ്ഞ കാര്യം ഹിന്ദുക്കൾക്ക് വലിയ വലിയ പാഠം നൽകുന്ന ഒന്നാണ് ശങ്കരാചാര്യ പറഞ്ഞത്. ദേയം ദീനജനായ ച വിത്തം. നീ സമ്പാദിച്ച ധനം നിന്നിൽ താണവർക്ക്, താണെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി, ആരോഗ്യപരമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി നിന്നിൽ താണവർക്ക് നീ ആർജിച്ച ധനം സംതൃപ്തിയോടെ കൊടുത്ത് അവരെയും ഉയർത്തിക്കൊണ്ടുവരണം. ദേയം ദീനജനായ ച വിത്തം. യു ഹാവ് ടു സ്പെൻഡ് മണി ഓൺ ദാറ്റ് ടു ചാരിറ്റി. അത് ഹിന്ദുക്കൾ ചെയ്യില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചെയ്താൽ ഒത്തിരി ദോഷങ്ങൾ ഒഴിഞ്ഞു കിട്ടും. വരാനിരിക്കുന്ന ഒരുപാട് ആഗാമി കർമ്മങ്ങളുടെ ദോഷത്തെ ഈ ക്രിയമാനം കൊണ്ട്, പ്രസൻറ്റ് ആക്ഷൻ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. ദാനം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്, ഇഹത്തിലും പരത്തിലുമുണ്ട്. അതുകൊണ്ട് ദാനം ശീലിക്കണം. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഹിന്ദു.
ഈ 4 കാര്യങ്ങൾ ചെയ്യാത്തവൻ ചുമ്മാ കള്ളക്കുരു തൊട്ട് നടക്കുകയാണ്. ഉപാസന ചെയ്യാതെ ഗുരുധർമ്മം അനുഷ്ഠിക്കാതെ ജീവിച്ചാൽ ഒരു കാര്യവുമില്ല. ഇത്രയും മാത്രമേ ഈ ഒരു മണിക്കൂറിനുള്ളിൽ പറയാൻ പറ്റൂ. പരത്തി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഈ കാര്യങ്ങൾ ആദ്യം അനുഷ്ഠിക്കൂ, അടുത്ത തവണ വരുമ്പോൾ അടുത്ത കാര്യങ്ങൾ പറയാം. ഏകതയ്ക്ക് ആദ്യം വേണ്ടത് കൃത്യമായ ആചരണമാണ്. ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരം കൊണ്ട് വളരുന്നതാണ് ധർമ്മം. നിത്യവും വിളക്ക് തെളിച്ച് നാമം ജപിക്കുകയും സത്യധർമാദികൾ പാലിക്കുകയും ദേഹശുദ്ധിയും മനഃശുദ്ധിയും ചിന്താശുദ്ധിയും വാക്ശുദ്ധിയും പാലിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രമാണങ്ങളിൽ എന്തു പറഞ്ഞുവോ ആ ഗുരുവാക്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം. എങ്കിൽ തലമുറകളുണ്ടാവും. ഇല്ലെങ്കിൽ പ്രസവിക്കാൻ പോലും ആരും ഇനി തയ്യാറാവില്ല. എല്ലാം കൊറിയ പ്രാന്തന്മാരായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു തലമുറ ജിഹാദിന് അടിമപ്പെട്ടും മതപരിവർത്തനത്തിന് അടിമപ്പെട്ടും നശിച്ചു പോകാതിരിക്കണമെങ്കിൽ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുവും പരമദൈവതവുമായ അമ്മയുടെ കാലത്ത് സമർപ്പിക്കട്ടെ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിനഃ ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമ ജയം.